40-ാമത്തെ വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു പലർക്കും ദുആ ചെയ്തിട്ട് കാഴ്ച നേടിക്കൊടുക്കുന്നുണ്ട്. ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദിൻ്റെ കാഴ്ച പോയിട്ട് ഉസ്താദ് എന്താ ദുആ ചെയ്യാത്തത്? 40 കൊല്ലം ഏതായാലും കാഴ്ച ഉണ്ടല്ലോ, ഇനിയൊരു 40 കൊല്ലം കാഴ്ച ഇല്ലാതാവട്ടെ, എന്നാൽ എനിക്ക് മനസ്സിലാവുമല്ലോ കാഴ്ചൻ്റെ വില. 80-ാമത്തെ വയസ്സിൽ ശിഷ്യന്മാർ ഓർമ്മിപ്പിച്ചു കൊടുത്തിട്ടാണ് മഹാനവറുകൾ ദ്വാരന്ന് വാങ്ങുന്നതെന്ന് ചരിത്രത്തിൽ കാണാം. പറഞ്ഞതിൻ്റെ താല്പര്യം വൈൻ തഉദ്ദു നിഅമത്തല്ലാഹി എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം. അള്ളാഹു നമുക്ക് നൽകിയ ഒരു നിഅമത്ത്, അതിൻ്റെ വില മനസ്സിലാക്കാൻ തന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും കഴിയൂല. അതിനൊറ്റ ഒരു ഉദാഹരണം പറഞ്ഞ് വിഷയത്തിൻ്റെ കാതലായ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇബ്നു സമ്മാഖ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ റളിയല്ലാഹു അൻഹു ഹാറൂൺ റഷീദിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി വരുന്ന ഒരു സന്ദർഭം ഹാഫിള് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ഹാറൂൺ റഷീദിൻ്റെ മേശപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. ഹാറൂൺ റഷീദിനോട് ഇബ്നു സമ്മാഖ് തങ്ങൾ ചോദിച്ചു, ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വില നിങ്ങൾക്കറിയുമോയെന്ന് ചോദിച്ചു. ചോദ്യത്തിന് അത്ര വലിയ ആഴമുണ്ട് എന്ന് ഹാറൂൺ റഷീദിന് ബോധ്യമാവാത്ത പോലെ, എന്താണ് അങ്ങനെ ചോദിച്ചാലുള്ള അർത്ഥം മനസ്സിലായില്ല അല്ലേ? ഈ വെള്ളം നിങ്ങൾക്ക് യഥേഷ്ടം കുടിക്കാൻ വിചാരിക്കുമ്പോഴെല്ലാം, ദാഹിക്കുമ്പോഴെല്ലാം കിട്ടുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്കതിൻ്റെ വില മനസ്സിലാവാത്തത്? ഒരു ദിവസം നിങ്ങൾക്ക് കലശമായ ദാഹം അനുഭവപ്പെട്ടു. കൊട്ടാരത്തിൽ എവിടെയും വെള്ളം ഇല്ല. രാജ്യം മുഴുവനും പരിധി നോക്കി, ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല. നിങ്ങളുടെ തൊണ്ട വറ്റി, ഉമിനീര് വറ്റിപ്പോയി. ഒരു തുള്ളി വെള്ളം ഇപ്പോൾ കുടിച്ചില്ലെങ്കിൽ നിങ്ങൾ മരണപ്പെടും എന്ന ആ ഘട്ടത്തിലേക്ക് എത്തി. എവിടെ നിന്നും വെള്ളം കിട്ടാനില്ല. മരണം ഉറപ്പിച്ചുകൊണ്ട് ഏതായാലും മരിക്കുമല്ലോ എന്നുള്ള ഉറപ്പിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കാണിച്ചിട്ട് പറഞ്ഞു, രാജാവ് ഇത് ശുദ്ധ വെള്ളമാണ്, കുടിക്കാൻ പറ്റും, ഞാൻ സംഘടിപ്പിച്ചാണ്, ഈ വെള്ളം നിങ്ങൾക്ക് തരാം, എങ്കിൽ നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടും, പക്ഷെ പകരം ഒന്ന് കിട്ടണം. എന്താണെന്ന് ചോദിച്ചു. നിങ്ങളുടെ രാജ്യത്തിൻ്റെ നേരെ പകുതി ഭാഗം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചാൽ ഇതവിടെ കോട്ട് ചെയ്ത് സെമി കോളൻ ഇട്ടിട്ട് ഇബ്നു സമ്മാഖ് റളിയല്ലാഹുവിൻ്റെ ചോദ്യം, ആ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ പകരം നിങ്ങളുടെ രാജ്യത്തിൻ്റെ പകുതി ഭാഗം കൊടുക്കുമെന്ന്. ഹാറൂൺ റഷീദ് ഭരിച്ച രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പോലത്തെ ഒരു രാജ്യമല്ല. വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് മൂപ്പര്. അബ്ബാസിയ ഡൈനാസ്റ്റിയിലെ വെൽ നോൺ റൂളറാണെന്നർത്ഥം. അത്രയും രാജ്യങ്ങൾ മൂപ്പരുടെ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലുണ്ട്. ആ രാജ്യത്തിൻ്റെ പകുതി ഭാഗം തരണം എന്ന് പറഞ്ഞാൽ അത്രയും വിശാലമായതാണ്. അങ്ങനെ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് കൊടുക്കുമോയെന്ന് ചോദിച്ചു. യെസ്, കൊടുക്കും അല്ലേ? അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ വില മനസ്സിലാവുക. പഠിച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾക്ക് വില തിരിയാത്തത്. എന്നാൽ അടുത്ത ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഒരു ദിവസം ഭയങ്കരമായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടി, ടോയ്ലറ്റൊക്കെ 100 തവണ എങ്ങാനും പോയി, ഒരു രക്ഷയിൽ ഒരു തുള്ളി മൂത്രം പോണില്ല, വേദനിച്ചിട്ട് നിങ്ങൾക്ക് നിൽക്കാനിരിക്കാനും കഴിയുന്നില്ല. എല്ലാവരും നിർദ്ദേശിക്കുന്ന വെള്ളം കുടിക്കാൻ, കുടിച്ച് വയറ് വീർത്തു വന്നു. പിന്നെ വെള്ളം കുടിക്കാൻ പറയുന്ന ആളോട് നിങ്ങൾക്ക് ദേഷ്യമായി. എന്താണ് ഞാൻ അത്ര കുടിച്ചെന്ന് പറഞ്ഞിട്ട് ചൂടാവാൻ തുടങ്ങി. അത്രയും നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് വയറ് വീർത്തു വന്നിട്ടുണ്ട്. ഒരു തുള്ളി മൂത്രം പോകാൻ നിങ്ങളിങ്ങനെ ആഗ്രഹിച്ച് മുട്ടിയത് വയർന്ന് ഒരു രക്ഷയില്ല നിങ്ങൾക്ക്. ഇനി ഏതെങ്കിലും ഒരു ഡോക്ടർ വെള്ളം കുടിക്കാൻ പറയുകയാണെങ്കിൽ അയാളെ തല പോകാൻ സാധ്യതയുണ്ട്. അത്രയും നിങ്ങൾ വെള്ളം കുടിച്ചിട്ടുമുണ്ട്, മൂത്രം പോകണില്ല. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് ഒരു ഗുളിക, ഒരു ക്യാപ്സ്യൂൾ, ഒരു മരുന്ന് എടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കഴിച്ചാൽ മൂത്രമൊക്കെ സ്മൂത്തായിട്ട് പോകും, ഇല്ലെങ്കിൽ എന്നെ കൊന്നോളി, നോ പ്രോബ്ലം, കണ്ടീഷനാണ് പറയണത്. പക്ഷേ ഗുളിക തരാനായിട്ടില്ല. എന്തേ? നിങ്ങളെ രാജ്യം മുഴുവൻ എനിക്ക് തരണമെന്ന്. ഒരു മൂത്രം ജസ്റ്റ് പോകുന്നതിന് നിങ്ങളെ രാജ്യം മുഴുവൻ തരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമോയെന്ന് ചോദിച്ചു.
കൊടുക്കുമല്ലോ അല്ലേ? അങ്ങനെയാണ് ടോയ്ലറ്റിൽ നിന്ന് നിർവഹണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഗുഫ്രാനക കഴിഞ്ഞിട്ട് പറയുന്നൊരു വാക്കില്ലേ, അത് ഹൃദയത്തിൽ നിന്നാണ് പറയേണ്ടത്. അൽഹംദുലില്ലാഹ് അല്ലാഹ്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറയുന്ന അൽഹംദുലില്ലക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ കാർ എടുത്തിട്ട് ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ തലയാടിലൂടെ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് സ്ലോ ആക്കി പെട്ടെന്നുണ്ട് ഒരു മരം അങ്ങോട്ട് വീണ്, ഒരു കെട്ടിടം അങ്ങനെ തന്നെ പൊട്ടി വീണ് 2-3 ആൾക്കാർ അവിടുന്ന് അതിൻ്റെ താഴെപ്പെട്ട് പരിക്കായി. നമ്മൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മിനിറ്റ് അല്ലെങ്കിൽ അര സെക്കൻഡ് 1 സെക്കൻഡിൽ രക്ഷപ്പെട്ടപ്പോൾ നമ്മൾ അന്ന് പറയുന്ന ഒരു അൽഹംദുലില്ലാ, അത് മനസ്സെന്നുള്ളതാണ്. മറ്റേതില്ലേ, ഏത് നിസ്കാരത്തിന് ശേഷം അൽഹംദുലില്ലാ അത് മനസ്സെന്നല്ല. അതാണ് നിഅമത്തറിയാത്ത ജീവിതവും നിഅമത്ത് അറിഞ്ഞുകൊണ്ടുള്ള ജീവിതവും തമ്മിലുള്ള ഡിഫറൻസ്. ഇതാണ് ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ നിങ്ങൾക്ക് കിട്ടേണ്ട ആശയത്തിൻ്റെ ചുരുക്കിയതാണ്. ബിരിയാണിക്ക് ശേഷമാണ് സാധാ പുഡിങ്ങും ഐസ്ക്രീമെല്ലാം വീട്ടിലുണ്ടായാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് അത് തന്നു. ഇനിയാണ് ബിരിയാണിയിലേക്ക് വരുന്നത്. ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ ആശയം ചുരുക്കിയതാണ്. നമ്മൾ നിഅമത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് ശുക്ർ ചെയ്യുന്നവരാവണം. നമുക്ക് നമ്മളെക്കുറിച്ച് അറിയണം. നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണം. സൂഫിയാക്കൾക്കുള്ള മലയാളം ആത്മജ്ഞാനികൾ എന്നാണ്. അവർക്ക് സ്വന്തത്തെക്കുറിച്ച് അറിയാമെന്ന് അർത്ഥം. ഏറ്റവും വലിയ മഅരിഫ ലമീറാണെന്നല്ലേ. യുക്തിവാദികളുള്ള കാലത്ത് ചിലപ്പോൾ ഹുവ അവൻ എന്ന് പറഞ്ഞാൽ എവൻ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ആ ചോദ്യത്തിലൊന്നും പറയൂല. ഞാൻ എന്നൊന്നും ചോദിക്കൂല. ആ അനയെക്കുറിച്ച് നമ്മൾ അറിയണം. ഹു ആം ഐ, ഞാൻ ആരാണ്? ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. എൻ്റെ അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പ്രകമ്പനം, എന്തെങ്കിലും ഒരു ഈമാനിൻ്റെ, എന്തെങ്കിലും ഒരു തഖ്വയുടെ ഏതെങ്കിലും ഒരു ശകലം ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാഹ് എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു ഖൗഫ്, ഒരു റജാ, ഒരു തഖ്വയുടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ഈമാനും തഖ്വയും അതിൻ്റെ വിത്ത് വിതറാൻ പറ്റിയ നല്ല ഭൂമിയാണ്. അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നുമില്ലാന്ന് കരുതിക്കോ. എന്നാൽ ഹൃദയത്തിലേക്ക് സെൽഫി എടുത്തിട്ട് ഉടനെ ചികിത്സിക്കണം. കറുത്ത പാറകളാണ്, വരണ്ടുണങ്ങിയ ഭൂമിയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ആ ഖൽബിനെ നമ്മൾ നന്നാക്കണം. അല്ലാഹ് ഈ വാക്ക് കേൾക്കുമ്പോഴും പറയുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് നിലവിലെ നമ്മുടെ പിക്ചർ. അതാണ് നമ്മുടെ പിക്ചർ എന്ന് പറഞ്ഞത്. ഈ പിക്ചറിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചികിത്സ ഏതാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ ചിലർ നല്ലോണം പ്രവർത്തിക്കുന്നവരായിരിക്കും സംഘടനയിൽ, സ്ഥാപനത്ത്. ചിലർ നന്നായി ഇബാദത്ത് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഉള്ളിൽ തട്ടിയിട്ടുള്ള ഇബാദത്തോ ദീനീ പ്രവർത്തനോ ഇല്ലെങ്കിൽ ഉടനെ ചികിത്സ വേണം. സൂഫിയാക്കൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഇബാദത്തിൽ നിനക്ക് നന്നായിട്ട് ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഉടനെ വേഗം ഒരു സെൽഫി എടുത്ത് നോക്കണമെന്ന്. പിക്ചർ ക്ലിയർ ഉണ്ടോയെന്ന് ഇങ്ങനെ സൂമാക്കി നോക്കിയാൽ മതി. ഉദാഹരണത്തിന് പരിപാടിക്ക് പോകാൻ മൂപ്പർക്ക് നല്ല താല്പര്യം, മീറ്റിങ്ങിന് പോകാൻ ഒരു താല്പര്യമില്ല. അതെന്തോ പ്രശ്നമാണ്. മീറ്റിങ്ങിന് ഫുഡ് കിട്ടൂല, പരിപാടിക്ക് നല്ല ഫുഡ് കിട്ടും. അതിലായിരിക്കും മൂപ്പരെ പിശാച് പറ്റിച്ചിട്ടുണ്ടാവുക. കം ഹസനത്ത് ലദ്ദതൻ ലിൽ മർഇ ഖാതില മിൻ ഹൈസു ലം യദ്രി അന്നസുമ്മ ഫിദ്ദസമി. ഐസ്ക്രീമിൻ്റെ ഉള്ളിൽ വിഷം ചേർത്തിട്ട് മുകളിൽ ചുവന്ന കളർ ചെറി വെച്ചുകൊണ്ട് കൊടുക്കും പിശാച്.
ഈ ചെറീസും ഐസ്ക്രീമും കണ്ടിട്ട് നമ്മൾ വീണു പോകും. ഉള്ളിൽ വിഷമുള്ളത് നമ്മൾക്കറിയാതെ പോകും. അത് വലിയ പ്രശ്നമല്ലേ? അപ്പം നമ്മൾ നമ്മളെ ചികിത്സിക്കാൻ ശ്രമിക്കണം. ഏതാണ് ആ ചികിത്സ? എന്താണ് ആ ചികിത്സ? നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകളെ നമ്മൾ തിരിച്ചറിയുകയും ആ നിഅമത്തുകൾക്ക് ഏറ്റവും യോജിച്ച രീതിയിലുള്ള ശുക്ർ ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യണം. ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു നിഅമത്താണ് ആരോഗ്യം. അത് ഏറ്റവും നന്നായിട്ടുണ്ടാവുന്ന കാലമാണ് യുവത്വകാലം. ഈ അനുഗ്രഹത്തിന് നമ്മൾ എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത്? വജാദൂ ബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. മഹാന്മാരായ ബദരീങ്ങൾ, ആ മഹാന്മാർക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം, സമ്പത്ത്, അവർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചവരാണ്. അതാണ് വേണ്ട ഒന്നാമത്തെ കാര്യം. നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ഫ്ലക്സ് കെട്ടാനും കട്ടൗട്ട് കെട്ടാനൊക്കെ മുകളിൽ കയറുന്ന പയ്യൻ വിചാരിക്കേണ്ടത് ഞാനിങ്ങനെ താഴേക്ക് ഇറങ്ങേണ്ട ഒരു ദിവസം ഉണ്ട് എന്നാണ്. താഴേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്കല്ല, ഗ്രൗണ്ട് ഫ്ലോറിലേക്കും അല്ല, അതിൻ്റെയും താഴെ 6 അടി മണ്ണിലേക്ക്. മോനെ, നീ കട്ടൗട്ട് കെട്ടാൻ ഇന്ന് കയറുമ്പോൾ ചിന്തിക്കേണ്ടത് അതാണ്. ഞാൻ താഴേക്ക് ഇറങ്ങേണ്ട ഒരു ദിനമുണ്ട്. ആ ദിനത്തിൽ എൻ്റെ ഫാൻസ് അസോസിയേഷൻ ആരും ഉണ്ടാവില്ല. അന്ന് ഞാൻ ഒറ്റക്കാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. അന്ന് എൻ്റെ കൂടെ ഉണ്ടാവുന്നത് ഫാൻസുകളല്ല, സെലിബ്രേറ്റ്സുകളല്ല. അന്ന് എൻ്റെ കൂടെ ഉണ്ടാവുന്നത് യത്ബഉൽ മയ്യത അമലുഹു, ഞാൻ ചെയ്ത സുഹൃതങ്ങൾ മാത്രം. ആ അമലുകളെയാണ് നമ്മൾ സുഹൃത്തുക്കളായി കൊണ്ട് നടക്കേണ്ടത്. അതാണ് നമ്മുടെ ആരോഗ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. ഇമാം നവവി റളിയല്ലാഹു അൻഹു വെറും 45 കൊല്ലം മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. 19ാമത്തെ വയസ്സിലാണ് അറിവിൻ്റെ മേഖലയിലേക്ക് സജീവ സാന്നിധ്യം ഉണ്ടാവുന്നത്. എത്ര നൂറുകണക്കിന് ഗ്രന്ഥങ്ങളല്ലേ മഹാൻ എഴുതിയത്. നവവി ഇമാമിനെ പറയാത്ത ഒരു ദിവസം ഏതെങ്കിലും ദർസിലോ ശരീഅത്ത് കോളേജിലോ ദഅവ കോളേജുകളിലോ ഉണ്ടാവുമോ? ഇല്ല. ഷാഫി ഫിഖ് മാത്രമല്ല, മറ്റ് മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങൾ വരെ നവവി ഇമാമിനെ ആധികാരിക പണ്ഡിതനായി കൊണ്ടു നടക്കുന്നു. എന്തേ? ആ ആയുഷ്കാലം, ആ ജീവിതകാലം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ തടസ്സമുണ്ടാവുന്നതിനെല്ലാം മഹാനവറുകൾ അവഗണിച്ചു. ഈ അടുത്തൊരു ഗ്രന്ഥത്തിൽ ഒരു മഹാന്റെ ചരിത്രം വായിക്കാനിടയായി. കല്യാണം കഴിച്ചിട്ട് 1ാമത്തെ രാത്രി ഭാര്യ ഉള്ള റൂമിലേക്ക് മഹാനവറുകൾ പോകുക. ഭാര്യ ഉള്ള റൂമിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് പുറത്ത് മേശപ്പുറത്തൊരു കിതാബ് കണ്ടു. ഇതുവരെ കാണാത്ത കിതാബായതുകൊണ്ട് ഒരു ആകാംക്ഷ. ആ കിതാബ് എടുത്തിട്ട് തൊട്ടിപ്പുറത്ത് ഇരുന്നിട്ട് കിതാബ് നോക്കാൻ തുടങ്ങി. നോക്കി 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 ഭയങ്കര പോയിന്റുകളും ഫായിദകളുമാണല്ലോ. നോക്കി 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 സുബി വരെ കിതാബ് നോക്കി തീർന്നു. എപ്പോൾ? 1ാം രാത്രി. ഹത്താ നസിയ സൗജത്തഹു, ഭാര്യയെ മറന്നുപോയി. അവർ അവരുടെ സമയത്തെ ചെലവഴിക്കുന്നു ഇൽമിന് വേണ്ടി. ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു ഓരോ യാത്രയിലും കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ കാർന്ന് കിതാബ് മുത്താലിയും തമ്മിൽ അന്തരമുണ്ട് കേട്ടോ. കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ വരെ കിതാബ് മുത്താല ചെയ്യുന്ന ആളാ ഇമാം നവവി റളിയല്ലാഹു, ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു.
നമ്മുടെ അബ്ദുള്ള ഉസ്താദ് എഴുതിയ ദഖായിഖുൽ കൻസിൻ്റെ തുടക്കത്തിൽ ഈ ആശയം കാണാവുന്നതാണ്. അവരുടെ ഒക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയം അള്ളാഹുവിന് വേണ്ടി അവർ ചെലവഴിച്ചു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറും മിനൻ നാസ്. ആഖിറത്തിൽ അധികാളും പരാജയപ്പെടുന്ന വിഷയം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി. ഇതൊക്കെ നോക്കുമ്പോൾ അധികാളും കൊമേഴ്സിൽ പരാജയപ്പെടുന്നത് ഏതിലാ? അക്കൗണ്ടൻസിക്ക് അല്ലേ? എന്ന പോലെ ആഖിറത്തിൽ നോക്കുമ്പോൾ അധികാളും പരാജയപ്പെട്ട 2 ടോപ്പിക്ക്: ആരോഗ്യ സമയം, യുവത്വം, ഫിഫ വേൾഡ് കപ്പ്. സെക്കൻഡ് സമയം, ഒഴിവ് സമയം. ലാസ്റ്റ് സീൻ ടുഡേ വാട്സപ്പ് 12:36. ഈ വിഷയത്തിലാണ് അധികാളും പരീക്ഷയിൽ തോക്കൽ. ഇവിടുത്തെ ബയോളജി, കെമിസ്ട്രിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് സേപ്പരീക്ഷയിലുണ്ട്, ആഖിറത്തിൽ അതില്ല. ഇമ്പ്രൂവ്മെൻറ്റ് സേപ്പരീക്ഷയൊക്കെ എഴുതാൻ പോയിക്കോട്ടെ എക്സാം സെൻറ്ററിൽ നിന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും. ആഖിറത്തിൽ നരകത്തിലെത്തിയ മനുഷ്യൻ അള്ളാൻ്റെ അടുത്ത് ചോദിക്കും, എന്നെ ഒന്ന് ദുനിയാവിലേക്ക് തിരിച്ചയക്കുമെന്ന്. എന്തിനാണാവോ? എന്തിനാ? അള്ളാൻ്റെ ചോദ്യം എന്തിനാ? ഞാൻ പിന്നെ ദുനിയാവിലെത്തിയിട്ട് നന്നായിക്കോളാം എന്ന് പറഞ്ഞാൽ ശരിക്കും പഠിച്ചിട്ട് പരീക്ഷ എഴുതിക്കോളാം. അപ്പോൾ അള്ളാഹു ചോദിക്കും, എത്രാം വയസ്സിലാണ് മരണപ്പെട്ടെ? എത്ര 38 വയസ്സിൽ പെട്ടെന്ന് ആക്സിഡൻറ്റിൽ മരിച്ചു പോയതുകൊണ്ടാണ്. ഓ പാവം, 38 വയസ്സിലാണ്. അതേ 38 വയസ്സിലുള്ള അബ്ദുള്ളയും റിയാസും ഫവാദും അതല്ലേ സ്വർഗത്തിൽ? ഒരു ആക്സിഡൻ്റ് അല്ല, സാധാ മരണാന്നല്ല. വയസ്സ് 38 കിട്ടിയിട്ടുള്ളൂ. മറ്റാൾക്ക് എത്ര വയസ്സ്? കുറേ നേരമല്ല സൗണ്ടാക്കുന്നു. എത്രേ? 25 മരിച്ചോണ്ടാ. 24 വയസ്സുള്ള ചെറുപ്പക്കാരതാണ് സ്വർഗത്തിൽ. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. സൂറത്തു ഫാത്തിർ. നിൻ്റെ അതേ ആയുഷ്കാലമുള്ള എത്ര ആളതാണ് സ്വർഗത്തിൽ? ദുനിയാവിലേക്ക് തിരിച്ചു പോകണം പോലും. അല്ലാ, എല്ലാ മനുഷ്യന്മാരും മരണപ്പെടുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? എന്താ ചോദിക്കുക? അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, മരണം മുന്നിൽ കണ്ടാൽ ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം തരാവോ എന്ന്. ഏത് സമയം? സ്റ്റാറ്റസിൽ, വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ, സ്നാപ്ചാറ്റിങ്ങിൽ കളഞ്ഞു തീർത്ത സമയം തരാവോ എന്ന് അവിടെ ചോദിക്കും. എന്തേ? ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ നന്നായിക്കോളാം. എപ്പോൾ ചോദിക്കുന്നത്? മരണപ്പെടും. പരലോകത്തെത്തിയിട്ടും ഒരു മനുഷ്യൻ ചോദിക്കുന്നത് എന്താ? എനിക്ക് കുറച്ചെന്താ വേണ്ടേ? ഫുഡോ, വീടോ, വണ്ടിയോ, പിന്നെ ഭാര്യ, പിന്നെന്താ വേണ്ട? ഒച്ചത്തിൽ പറയും. എന്തേ? സമയം. എല്ലാവരും അന്ന് ചോദിക്കൽ സമയം. സ്വർഗത്തിൽ ഒരു മനുഷ്യനെത്തിയാൽ ടെൻഷൻ ഉണ്ടാവില്ല. അഥവാ ടെൻഷൻ അടിക്കുന്നെങ്കിൽ ഏത് വിഷയത്തിലാണ് ടെൻഷൻ ഉണ്ടാവില്ലെന്നറിയാം? സമയം വെറുതെ കളഞ്ഞതിൽ. ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം സമയത്തിന് വിലയില്ല എന്നുള്ളതാണ്. ആർക്കാ വില? സമയത്തിനൊരു വിലയും കൽപ്പിക്കാത്ത കാലം. അള്ളാഹു ഒരാളെ പരിഗണിച്ചതിൻ്റെ അടയാളമാണ് സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. നമുക്കെന്താ പണി? ബാക്കിയുള്ള ആളെ സ്റ്റാറ്റസ് വരുതൽ. ഒന്ന്, എൻ്റെ സ്റ്റാറ്റസ് ആരെല്ലാം നോക്കൽ. ഒരു പണിയുമില്ലല്ല, അത് വേറെ പണി. എന്തിനാണ് ഒരു സ്റ്റാറ്റസിൽ 30 സെക്കൻഡായി? നമുക്ക് ആ 30 സെക്കൻഡിൻ്റെ വില മനസ്സിലാണെങ്കിൽ, ഞാനതാ പറഞ്ഞ വില മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന്. ട്രാഫിക്കിൻ്റെ ഇനി 30 സെക്കൻഡ് ട്രെയിൻ മിസ് ചെയ്യും, എന്താ ചെയ്യുക? ആ 30 സെക്കൻഡ് ഇന്നലെ രാത്രി 50 ആളെ സ്റ്റാറ്റസ് നോക്കിയിട്ട് തീർത്തത്. ആ 50 × 30 ഒന്ന് കണക്കൂട്ടിയേക്ക്. അത് റെയിൽവേയിലേക്ക് ഓടുന്ന സമയത്ത് ട്രാഫിക് ലൈറ്റിൽ കുടുങ്ങിയാൽ ഇനി 29 സെക്കൻഡ്, 28, 25, എന്താ ചെയ്യ അല്ലേ? പക്ഷെ അത് ബാക്കിയുള്ള ആളെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല, വിലയില്ല. മോനെ, ഈ 30 സെക്കൻഡ് കൊണ്ട് നിനക്ക് സ്വർഗം വാരിക്കൂട്ടാൻ പറ്റും. അതാണ് ഇബ്നുൽ ജൗസി തങ്ങൾ ഹിഫ്ളുൽ ഉംറ എന്ന കിതാബിൽ പറഞ്ഞത്. ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ എങ്ങനെയാണ് സമയം കളയുന്നത്?
ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു മരം അല്ലാഹു നൽകും. ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ ചൊല്ലാൻ 2-3 സെക്കൻഡേ വേണ്ടതുള്ളൂ. 30 സെക്കൻഡിൻ്റെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് 15 മരങ്ങൾ സ്വർഗത്തിൽ നിനക്ക് വെച്ച് പിടിപ്പിക്കാം. ഇവിടെ മുല്ല അലീനിൽ ഖാരി തങ്ങൾ മിർഖാത്തിൽ പറയുന്ന ഒരു ആശയമുണ്ട്. ഒരാൾ ജീവിതകാലത്ത് കുറേ സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന ദിക്ർ ചൊല്ലി, എന്നാൽ സ്വർഗത്തിൽ കുറച്ച് മരം കിട്ടുമെന്നാണോ? അല്ല, ഓരോ ദിക്റിനും ഓരോ മരം കിട്ടും. സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇയാളെ നരകത്തിൽ കടത്തിയിട്ട് മരത്തുനിന്ന് മാങ്ങിയും ചക്കയെല്ലാം പറിച്ചിട്ട് ആജിക്ക നിങ്ങളെ വളപ്പിന്ന് പറിച്ചതാണ്, എടെ വെക്കണ്ടി സൈഡിൽ സ്റ്റോർ റൂമിലൊക്കെ അല്ലേ? അങ്ങനെയല്ല, സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എത്തുന്ന അതിൻ്റെ അർത്ഥം. അതൊരു സൂചനയാണ്. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടും, സ്വർഗത്തിൽ മരം കിട്ടും, സ്വർഗത്തിൽ വീട് കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈമാനോടെ മരിക്കും, സ്വർഗത്തിലെത്തും എന്നാണ്. ദഖീറത്തുൽ മആദ് ഫീ ശർഹി റാത്തീബിൽ ഹദ്ദാദിലും മഹാനായ ഇമാം സുബക്കി റളിയല്ലാഹു അൻഹു ശിഫാഉസ് സിക്കാം ഫീ സിയാറത്തി ഖൈറിൽ അനാമിലൊക്കെ ഈ ആശയം വിശദീകരിക്കുന്നുണ്ട്. സ്വർഗത്തിൽ ഒരു മരം കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥം. സ്വർഗത്തിൽ ഒരു വീട് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇയാളെ നരകത്തിൽ കിടത്തിയിട്ട് വീടിൻ്റെ വാടക കൊടുത്തേക്കല. അബ്ദുറഹ്മാനാജിക്ക കഴിഞ്ഞ മാസം വാടക കുറച്ച് ലേറ്റായി പോയി, 5-ാം തീയതി പോയി, അങ്ങ് കൊടുത്തേക്കല. ഇയാൾക്ക് ഈ വീടിൻ്റെ വാടക കിട്ടിയിട്ട് എന്താണ്ട്? സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു കാര്യം കിട്ടും എന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈമാനോടെ മരിക്കും, സ്വർഗം കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ നാട്ടുകാർക്ക് ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, അത്രയും ജീവനുണ്ടല്ലോ. 10 ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ സ്വർഗത്തിൽ ഒരു വീട് കിട്ടും. 10 ഓതിയാൽ 10 ഇഖ്ലാസ് ഓതാൻ എത്ര പണിയുണ്ടാ? ഇല്ല. സ്വർഗത്തിലൊരു വീട് കിട്ടാൻ 10 ഇഖ്ലാസ് ഡെയിലി ഓതിയാൽ മതി. ഉമർ റളിയല്ലാഹുവിൻ്റെ ചോദ്യം 20 ഓതിയാലോ? 2 കിട്ടും. എത്ര ഓതുന്ന അതിനനുസരിച്ച് കിട്ടും. മൂപ്പര് 10ൻ്റെ ഗുണന പട്ടികയായിട്ട് പോകുമ്പോൾ റസൂലുള്ള വേഗം സ്റ്റോപ്പ് ചെയ്തു. എത്രയാണോ ഓതുന്നത് അതിനനുസരിച്ച് കിട്ടും. ഈ ഹദീസ് ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ്, ചില ആംഗിൾ മാത്രം ഇവിടെ വിശദീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണല്ലോ. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് എന്ന നിലയിൽ നമുക്ക് റസൂലുള്ളാഹിൻ്റെ കൂടെ സ്വർഗത്തിലെത്തണം. നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തലൊന്നും ആർക്കും കഴിയൂല. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരാശയമാണ്. എനിക്ക് നബി തങ്ങളുടെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം തരണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വർഗത്തിലെ സ്ഥാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പോലും ഇല്ല. 2nd റാങ്ക് ഓരിക്കാണല്ലോ. മൂസാ നബി അലൈഹി സ്വലാമിനുണ്ടോ? ഉലുൽ അസ്മിലെ ബാക്കിയുള്ള ഈസാ നബി, നൂഹ് നബി അലൈഹിമുസ്സലാത്തു വസ്സലാം അവർക്കുണ്ടോ? ഇല്ല. പിന്നെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? സ്വർഗത്ത് നിന്ന് ഇടയ്ക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇബ്നു ഹജർ റഹിമഹുള്ള മിഷ്കാത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ ഫത്ഹുൽ ഇലാഹ് എന്ന കിതാബിൽ ആ കാര്യം പറയുന്നുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വീണ്ടും നിങ്ങൾക്ക് ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. ഈ നാട്ടിൽ ആമീൻ കണ്ടുപിടിച്ചിട്ടില്ലേ? ആമീന് ഭയങ്കര പവറുണ്ട്. 4 അക്ഷര. നമ്മൾ ആമീൻ എന്ന് ഉച്ചരിക്കുമ്പോൾ 4 മലക്കിനെ അള്ളാഹു സൃഷ്ടിക്കുന്നതാണ്. എന്നിട്ട് ആ മലക്ക് നമുക്ക് വേണ്ടി ദ്വാരക്കും. വദുആഉൽ മലായിക്കത്തി മർജൂഉൽ ലിൽ ഇജാബ. മലക്കൾ ദ്വാരുന്ന എന്തായാലും ഉത്തരം കിട്ടും. കാരണം ലിഖൗലിഹി തആല വലാ യശ്ഫഉ ഇൻദഹു ഇല്ലാ ലിമൻ ഇർതള. അള്ളാഹു ആണ് ഓരോ ദ്വാരക്കാനെ ഏൽപ്പിക്കുന്നത്. ശമ്പളം ഇല്ലാത്ത പണിക്ക് അള്ളാഹ് ഏൽപ്പിക്കൂല. ഫത്ഹുൽ ബാരി 2-ാം വാള്യം. അള്ളാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. 4 ദിവസത്തെ വയലുണ്ടല്ലോ, 4ാമത്തെ ദിവസം നമുക്ക് ശരിയായിക്കോളും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, ഇത് രണ്ടും നമ്മൾ നന്നായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ആമിർ ബിൻ അബ്ദു ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരുന്നാലോ?
മഹാനവറുകൾ പറഞ്ഞു അംസിക്ക് ശംസ, എന്നാൽ മോനെ സൂര്യൻ അവിടെ പിടിച്ചു വെക്കുന്നു. നമ്മുടെ സംസാരിച്ചിരിക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ കറങ്ങൂലേ, പെട്രോൾ ആയുസ് തീരൂല മോനെ. എവിടെ പോന്ന്? ഒന്ന് കറങ്ങാൻ. എന്തേ? ഒരു ട്രിപ്പ്. പെട്രോൾ തീരൂലേ? ഇല്ലേ? അങ്ങനെ ഉണ്ടാവില്ല. ചില ആളിപ്പോൾ പരിപാടി അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് അബുദാബിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും റാസൽ ഖൈമയിലോ ഉള്ള ആളെ ഹായ്, അപ്പം മറ്റേ ആൾ ഹോയ്, ഉറങ്ങുന്നില്ലേ? ഇവനിങ്ങനെ ചോദിച്ചാൽ മോനെങ്ങനെ ഉറങ്ങല്? രണ്ടാൾക്ക് സമയത്തിന് വിലയില്ല. ചിലർ വാട്സപ്പിൽ വോയിസ് അയച്ചാൽ അപ്പാട് വാട്സപ്പിൻ്റെ മിസ് കോൾ അടിക്കും, ഇപ്പം നോക്കിക്കൊള്ളണം. അപരനെ നമ്മൾ പരിഗണിക്കുന്നില്ല. അതാണ് ആമിർ ബിൻ അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അംസിക് ശംസ, സൂര്യനെ പിടിച്ചു വെക്ക്, എന്നാൽ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. സൂര്യൻ കറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദിനെ കുറിച്ച് സിയറിൻ്റെ ഗ്രന്ഥത്തിൽ കാണാം, 30 കൊല്ലക്കാലം ഹദീസ് എഴുതുന്ന കാരണത്താൽ മഹാനവറുകൾ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല. 30 കൊല്ലവും പെങ്ങളാണ് ഭക്ഷണം കൊടുത്തത്, വായിൽ ഉരുട്ടിക്കൊടുത്തു. 30 കൊല്ലക്കാലം ഫുഡ് കഴിക്കുന്ന സമയത്ത് ഹദീസ് എഴുതാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് മഹാനവറുകൾക്ക് ഫുഡ് കൊണ്ടു കൊടുത്താൽ തന്നെ കഴിക്കൂല. അങ്ങനെ എങ്ങനെയെങ്കിലും ആരോഗ്യം പിടിച്ചു നിർത്താൻ വേണ്ടി പെങ്ങള് തീരുമാനിച്ചതാ, എൻ്റെ ഇക്കാക്ക ഹദീസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഉരുളയാക്കിയിട്ട് വായിലിട്ട് കൊടുക്കാം. അങ്ങനെ 30 വർഷം അങ്ങനെ ഉണ്ടായതായി ചരിത്രത്തിൽ കാണാം. ഖീമത്തു സമൻ ഇൻദൽ ഉലമ എന്ന ഗ്രന്ഥത്തിൽ ആധുനിക പണ്ഡിതനായ അബ്ദുൽ ഫത്താഹ് അബൂ ഖുദ്ദ രേഖപ്പെടുത്തുന്നു, മുൻകാല ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്. നിങ്ങൾ നോക്കൂ, അവരൊക്കെ സമയത്തിന് കൊടുത്തൊരു വില നോക്കൂ. അവരൊക്കെ സമയത്തിന് അത്രമാത്രം മഹത്വം കൽപ്പിച്ചു. നവവി ഇമാം റഹിമഹുള്ളയുടെ ബയോഗ്രഫി എടുത്ത് പരിശോധിച്ചാൽ ഉറങ്ങിയത് ചരിത്രത്തിൽ കാണൽ സാധ്യത കുറവാണ്. നല്ല ക്ഷീണം വന്നാൽ നവവി ഇമാം ചെയ്യുന്ന പരിപാടി ചുമരിനൊന്ന് ചാരിയിട്ട് കുറച്ച് സമയം ഒന്ന് തൂങ്ങും. പിന്നെ മഹാനവറുകൾക്ക് ടെൻഷനാവും, സമയം കുറച്ച് അധികം ഉറങ്ങിപ്പോയോ എന്ന്. കണ്ടോ, കുറച്ചധികം ഉറങ്ങിപ്പോയോ എന്ന് ടെൻഷനാവും മഹാനവറുകൾക്ക്. മഹാനവറുകളും സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു ഒക്കെ ആരെങ്കിലും കാണാൻ വന്നാൽ ഉടനെ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാം? ഒരു കിതാബ് എടുത്തു കൊടുക്കും. കിതാബ് തിരിഞ്ഞിട്ട് മുത്താലയ്യാണെങ്കിൽ അവർക്കും കൂലി കിട്ടുമല്ലോ. തിരിയൂലെങ്കിൽ ദ ഹിന്ദു ഇംഗ്ലീഷ് പത്രം കിട്ടിയാൽ ഇംഗ്ലീഷ് അറിയാത്ത ആൾ ചിത്രം നോക്കുന്ന പോലെ മടക്കി വെച്ചിട്ട് പോകുമല്ലോ. അത്ര തന്നെ ഉള്ളു. നമുക്കൊരാളെ കിട്ടാൻ കളിക്കാൻ, ഓൺലൈനിൽ കിട്ടാൻ കളിക്കാൻ, സമയം പോവാൻ, ടൈം പാസ്, കറങ്ങിത്തിരിയാണ്, സർക്കീറ്റ് അടിക്കുകയാണ് നമ്മളെ ജീവിതത്തിൽ. ഇപ്പം എല്ലാം ആസ്വാദനാണ്. ഞാൻ വിഷയത്തിലേക്ക് വഴി വരുന്നുണ്ട്. നമ്മുടെ സമയത്തിന് നമ്മൾ വില കൽപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനിത് വെറുതെ പറയണല്ല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരാൾ നന്നായി എന്ന് പറയണമെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്നൊക്കെ മാറിയിരിക്കണം. 1.5 മണിക്കൂർ ഫുട്ബോൾ കണ്ടോനും ഹൈലൈറ്റ് കാണും. ഓനിക്ക് തന്നെ അറിയാം ആരാ ജയിച്ചിന് തോറ്റിന്. എന്നാലും എന്താണ് നീ കാണുന്നത്? അവരരങ്ങല്ലേ എന്നാണ് പറയണത്. എന്തിനാ മോനെ നമ്മൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പോയിട്ട് കാര്യം? എന്താ നമുക്കിപ്പോൾ കിട്ടിയത്? 3000-ൽ പരം കോടിയാണ് ഖത്തറിൽ കളിച്ച ഫുട്ബോൾ ടീമിന് കിട്ടിയ ക്യാഷ് പ്രൈസ് മാത്രം. നമുക്കെന്താ കിട്ടണത്? നമുക്കെന്ത് കിട്ടുന്നു? നമുക്കെന്താ കിട്ടിയേക്കണത്? നമ്മൾ നമ്മെക്കുറിച്ച് ആലോചിക്കണം. ഞാൻ ആഖിറത്തിൽ എന്തുണ്ടാക്കി? മഹാനായ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു, ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പറയാം, ആഖിറത്തിൽ എന്നോട് അള്ളാഹു ചോദിക്കുകയാണ്, അല്ല ബുഖാരി, എന്താ ദുനിയാവിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അള്ളാൻ്റെ അടുത്ത് പറയൽ എന്താണെന്നറിയോ? 1000കണക്കിന് ഉസ്താദുമാരെ ഞാൻ തേടി പുറപ്പെട്ടു. എനിക്ക് 400 ഉസ്താദുമാരെ നേരിട്ട് കാണാൻ കിട്ടി. 1000-ൻ്റെ മേലെ കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തു. അന്ന്
വളരെ സംവിധാനങ്ങൾ ഉള്ള നമ്മുടെ സൂപ്പറായ വാഹനങ്ങളില്ലാത്ത കാലമാണെന്ന് നമ്മൾ ഓർക്കണം. ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും അല്ലെങ്കിൽ കുതിരയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന യാത്രയെക്കുറിച്ചാണ് അവർ പറയണത്. 1000-ലധികം കിലോമീറ്ററുകൾ ഞാൻ യാത്ര ചെയ്ത് 400-ലധികം ഉസ്താദുമാരെ ഞാൻ കണ്ടെത്തി 6 ലക്ഷം ഹദീസ് ഞാൻ ശേഖരിച്ച് അതിൽ നിന്ന് കടഞ്ഞെടുത്തിട്ട് 7000-ൽ പരം ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓരോ ഹദീസ് എഴുതുമ്പോഴും വുളു എടുത്ത് കുളിച്ച് വൃത്തിയായി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊക്കെ ചോദിച്ച് ഇസ്തിഖാറത്ത് ചെയ്ത് ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ എഴുതണോ എന്ന് ചോദിച്ച് 16 കൊല്ലം കൊണ്ടാണ് ഈ കിതാബ് എഴുതിയത്. ഞാൻ ഈ കിതാബാണ് അള്ളാഹിൻ്റെ മുമ്പിൽ വെക്കൽ. ഇതാ 400-ലധികം ഉസ്താദുമാരെ കണ്ടെത്തി 6 ലക്ഷം ഹദീസ് എന്ന് കടഞ്ഞെടുത്ത് 7000-ൽ പരം ഹദീസുകളുള്ള 16 കൊല്ലം കൊണ്ട് എഴുതിയ ഓരോ ഹദീസിനും 2 റക്അത്ത് നിസ്കരിച്ച. അപ്പോൾ എത്ര സുജൂദായിട്ടുണ്ടാവും? ഇതാണ് എനിക്കുണ്ടാവുക. എനിക്ക് അള്ളാഹിൻ്റെ അടുത്ത് പറയാനുള്ള അതാ ഉള്ളത്. നമുക്കെന്താ ഉണ്ടോ അള്ളാഹിൻ്റെ അടുത്ത് പറയാൻ? ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അയാൾ ഏത് പള്ളി കണ്ടാലും കയറിയിട്ട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കും. അത്ര ഏത് പള്ളി കണ്ടാലും 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കും. അയാളോട് ചോദിച്ചു, നിങ്ങൾ എത്ര പള്ളിയിൽ ഇപ്പോൾ തഹിയ്യത്ത് നിസ്കാരം പൂർത്തിയാക്കി? അതിനവർ പറഞ്ഞത് 800 കഴിഞ്ഞു. നിങ്ങൾക്കെന്താ ഇത് പ്രചോദനമായതെന്താ? ഞാൻ ഉത്തരേന്ത്യയിൽ ഒരു സിയാറത്ത് നടത്തിയപ്പോൾ അവിടെ ഒരാളെ കണ്ടു. അയാൾ കാണുന്ന പള്ളിയിലെല്ലാം കയറിയിട്ട് മുക്കിരി ഉസ്താദിനോട് ചോദിക്കും, ഞാൻ ബാങ്ക് കൊടുത്തോട്ടെ എന്ന്. ചിലയിടത്തുനിന്ന് സമ്മതിക്കും. ബാങ്ക് കൊടുത്തിട്ട് തിരിച്ച് പോരുമ്പോൾ അയാളോട് ചോദിച്ചത്രേ, ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങളെന്തേ ബാങ്ക് കൊടുക്കാൻ ഇത്ര ആവേശം? അത് ബാങ്ക് കൊടുത്താൽ ഭയങ്കര കൂലിയല്ലേ? വലാ മദറുൻ വലാ ഹജറുൻ, ഏത് കല്ലും മരവും ബാങ്ക് കേട്ടാക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി സാക്ഷിക്കുന്നല്ലേ. ഞാൻ എൻ്റെ നാട്ടിലെ പള്ളിയിൽ കുറേ ബാങ്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ നാട്ടിലെ പള്ളീൻ്റെ ചുറ്റുവട്ടത്തുള്ള കല്ലും മരങ്ങളൊക്കെ ഓക്കെ, അൽഹംദുലില്ലാ. പരമാവധി പള്ളിയിൽ പോയിട്ട് ഞാൻ ബാങ്ക് കൊടുക്കുന്നു. എത്ര പള്ളിയായിന്ന് വെച്ച് 3000 പള്ളി കഴിഞ്ഞു. എന്തെങ്കിലും ഉണ്ടാ? ആർക്കെങ്കിലും അള്ളാഹിൻ്റെ അടുത്ത് പറയാൻ ഇതേപോലെ ഉണ്ടാ? 3200 പള്ളിയുണ്ട് സുൽത്താനുൽ ഉലമക്ക്, 11000 സക്കാഫിമാരും. ചെറിയൊരു ആഫിയത്ത് കുറഞ്ഞിട്ട് കിടക്കുമ്പോൾ 4444 ന്യായസ്വലാത്തല്ല ഖത്തുമോദി തീർക്കാനുള്ള ഒരു വെള്ളപ്പട്ടാളം ഉണ്ടാക്കീന് ആ പുരുഷായുസ് കാലത്ത്. നമുക്കെന്തെങ്കിലും ഉണ്ടോ പറയാൻ? നമുക്കാകപ്പാടുള്ളത് ഞാനെല്ലാം SSFൽ പ്രവർത്തിക്കുന്ന കാലത്ത്. ഓഹോ, ഹാരപ്പൻ മോഹൻജദാരോ കാലമായിരിക്കും അത് പറഞ്ഞെടുത്ത് ബാത്തിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ചില ചിട്ടകൾ വേണം. എന്താണത്? നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം. അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇസ്മായിലുൽ ഹഖി അൽ ബറൂസവി റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇസ്മായിൽ തങ്ങൾ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഒന്നാമത് മഹാനവറുകൾ പറയണത് നഫ്സഹു മിനൽ മആസി. മോനെ, നിൻ്റെ ജീവിതം സാർത്ഥകമാണെങ്കിൽ തെറ്റിൽ നിന്ന് മാറിയിക്കണം, എന്നാലേ സ്വർഗം കിട്ടുള്ളൂ. ചിലർക്കൊരു തോന്നലുണ്ടാവും, എന്ത് ഉസ്താദിൻ്റെ എല്ലാം പ്രഭാഷണം ചിലതെല്ലാം ഹൃദയത്തിലേക്ക് ഇങ്ങനെ തുളഞ്ഞ് കയറുക എന്നെല്ലാം പറയുന്നേക്കും ചില ആൾ, ആണിയാറ്റം പോലെ. എന്നിട്ടിപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ചില പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ കരഞ്ഞു നോക്കുന്നുണ്ട്. ഈ കരഞ്ഞു പോകുന്ന മനുഷ്യനുണ്ടല്ലോ, കസറത്തുൽ മാസി, കുറേ തെറ്റുള്ള ആളാണെങ്കിൽ നരകത്തിൽ തന്നെ പോവാന്ന് ഇമാം ഗസാലി റളിയല്ലാഹു ഇഹിയയിൽ പറയുന്നുണ്ട്. നമുക്കൊരു തോന്നലുണ്ടാവും, എനിക്ക് ഇന്നാലിന്ന പ്രഭാഷണം കേൾക്കുമ്പോൾ മദീനയിലെത്തണം എന്ന് തോന്നുന്നുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്, അല്ലുണ്ട്. പക്ഷെ എൻ്റെ തെറ്റുണ്ടാ, അത് നരകത്തിലേക്കുള്ള വസീലയാണ്. തെറ്റൊഴിവാക്കുമ്പോഴാണ് സ്വർഗം കിട്ടുക. ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാവേണ്ടത് തെറ്റുകുറ്റങ്ങളാണ്. ഒരു ഗീബത്ത് പറയാൻ നമുക്കൊരു മീറ്റിങ്ങിലോ കൺവെൻഷനിലോ ചാൻസ് കിട്ടി, 100 ഹജ്ജും ഉംറയും ചെയ്തതിനേക്കാൾ കൂലിയാണ് ആ ഗീബത്ത് ഒഴിവാവൽ, ആ ഒഴിവാക്കൽ. മുണ്ടണ്ട
നമുക്കറിയാം കാര്യം ഉണ്ടെണ്ണം. ഇവർക്ക് 100 കണക്കിന് ഹജ്ജിൻ്റെ കൂലി കിട്ടും. ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും ഇത് എക്സാജറേഷനാണ്. അത് ഉസ്താദിൻ്റെ വക കുറച്ചുകൂടി ഇതുവരെ ഉസ്താദ് പറഞ്ഞത് നമ്മൾ അംഗീകരിക്കും. അത്ര എല്ലാം കിട്ടോ? നമ്മൾ ഗ്രൂപ്പിൽ കാര്യമായിട്ട് 4.5 ലക്ഷം കൊടുത്തിട്ട് ഹജ്ജിന് പോവുക, ഇയാൾ അത് 100 എണ്ണോ അത് കിട്ടുമോ? അല്ല, ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. തർക്കു ഹറാമിൻ വാഹിദിൻ ഖൈറുൽ ലക മിൻ അൽഫി ഹജ്ജത്തിൻ വ ഉംറ. ഇമാം ഷഅറാനി റഹിമഹുല്ലാഹ് തംബീഹുൽ മുഖ്തരീൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ അൽ ഫവായിദുൽ മുഖ്താർ എന്ന കിതാബിൽ ഉണ്ട്. തെറ്റൊഴിവാക്കുമ്പോഴാണ് ഒരാൾ വിജയിക്കുക. പുതിയ കാലവും പഴയ കാലവും തമ്മിലുള്ള അന്തരം എന്താണെന്നറിയോ? പുതിയ കാലത്ത് ഇബാദത്ത് കൂടുതലാണെന്ന എൻ്റെ വിനീതമായ അഭിപ്രായം. പള്ളി പണ്ടാണോ അധികം ഇപ്പോഴാണോ? ഇപ്പോൾ. നിസ്കരിക്കുന്നവരോ ഇപ്പോഴധികം. നോമ്പോക്കുന്നവരോ ചില പെണ്ണുങ്ങന്മാർക്കല്ലേ എപ്പം നോമ്പന്നെ. എന്തേ വനിതാ ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞതിന് പണ്ടാ പറയുന്നത്, ഇപ്പോൾ ഓൺലൈനിലും കിട്ടും. മജ്ലിസ് കൊണ്ട് തടഞ്ഞ് വീഴലിന്ന്. ഓൺലൈൻ മജ്ലിസ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? ഭർത്താക്കന്മാർ തളർന്നിട്ട് ഫാത്തിമ കുറച്ച് ചൂടുവെള്ളം നോക്കി, ഞാൻ മദീനയിലേക്കുള്ള പാതയിലാന്നുള്ള മജ്ലിസിലാണ് ഉള്ളവർ. ചൂടുവെള്ളമൊന്നും കിട്ടൂല, ഒരു രക്ഷയില്ല. നമ്മൾക്ക് ഭയങ്കര ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, ഇബാദത്തുണ്ട്. പക്ഷേ പുതിയ കാലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെറ്റ് കൂടുതലാണ്. സജീവ സാന്നിധ്യമുള്ള പ്രവർത്തകൻ വീടിൻ്റെ അകത്തെത്തിയിട്ട് അവൻ്റെ ഫോൺ എടുത്തിട്ട് അവൻ കാണുന്നത് ഹറാമാവുന്ന കാലം. മോനെ, നമ്മൾ ഭയപ്പെടണം. എന്ത് ഭയപ്പെടണം? ജീവിതത്തിൽ എന്താണോ നമ്മൾ കൂടുതൽ ചെയ്തത് അത് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും വഫാത്ത്, മരണം ഉണ്ടാവുക. എൻ്റെ ജില്ല കണ്ണൂർ, ഡിവിഷൻ തളിപ്പറമ്പ്. അവിടെ നെരിക്കോട് എന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്. അവിടെ മറവിട്ട് കിടക്കുന്ന നെരിക്കോട് ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന നെരിക്കോട് മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹ്, നമ്മുടെ ഉലമാ മുഴുവനും അംഗീകരിച്ച അതിശ്രേഷ്ഠരായ പണ്ഡിതർ, നമ്മുടെ സമസ്തയുടെ കിടയറ്റ ആലിമീങ്ങളായ കൻസുൽ ഉലമ ശൈഖുനാ ഉസ്താദും നൂറുൽ ഉലമ എന്ന അതിദൈക്ഷണികരായ പണ്ഡിത ശ്രേഷ്ഠരും ആ മഹാനവറുകളുടെ അടുത്ത് പലപ്പോഴായി വരാറുണ്ട്, പരിപാടികളിൽ സംബന്ധിക്കാറുണ്ട്. ആ നെരിക്കോട് ഉസ്താദ് വഫാത്താവുന്ന രൂപമെങ്ങാനും നമ്മൾ കണ്ടാൽ റമളാനിൽ പള്ളിയിൽ ജലാലിയ റാത്തീബിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്കിടയിൽ മഹാനവറുകൾ വഫാത്താവുകയാണ്. പള്ളിയിൽ റമളാനിൽ ഈത്തികാഫിലായി മുഅ്മിനീങ്ങൾക്കിടയിൽ. അതിലേറ്റവും അത്ഭുതം കൻസുൽ ഉലമ ശൈഖുനാ ചിത്താരി ഉസ്താദ് പറഞ്ഞോർക്കാണ്. എല്ലാവരും മരിക്കുന്ന ആൾക്ക് ദിക്ർ കൊടുക്കല. ഇത് ഈ മഹാൻ ബാക്കിയുള്ള ആൾക്ക് ദിക്ർ കൊടുത്തിട്ട് രാജാവിനെ പോലെ ഖബറിലേക്ക് പോകുകയാണ്. എന്തേ കാരണം? കുറേ ദിക്ർ ജീവിതത്തിൽ അങ്ങ് ചൊല്ലിയപ്പോൾ അവർക്ക് അല്ലാഹു ബെസ്റ്റ് ഓഫർ സമ്മാനമായി നൽകി. അതാണ് കാര്യം. നമ്മുടെ ജില്ലയിൽ തന്നെ ഡിഗ്രി പഠിക്കുന്ന ഒരു പയ്യൻ, ആ പയ്യന്റെ ഉമ്മയുടെ ഉപ്പ ലത്തീഫ് ബിരുദമുള്ള ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോളെ കുട്ടി അല്പം പ്രയാസത്തിലാണ്, ഉസ്താദ് ഒന്ന് വന്ന് മന്ദിരിച്ചു തരണം. ഓക്കെ. പോയി മന്ദിരിക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടത് ആ കുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ നുരപത ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുകയാണ്. മരണത്തിന്റെ വെപ്രാളത്തിലാണെന്ന് ഉസ്താദിന് മനസ്സിലായി. നല്ല മരണമാണെങ്കിൽ നെറ്റിയിൽ നിന്ന് വിയർപ്പ് വരും, അത് AC ഇട്ടാലും ചിലപ്പം വരും. അല്ലെങ്കിൽ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഒഴുകാൻ മുട്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടാകും. മൂക്കിൻ്റെ ദ്വാരം വീർത്തു വരലൊക്കെ നല്ല മരണമാണ്, അതിൻ്റെ അടയാളങ്ങളാണ്. അല്ലാഹുവേ, നമ്മളെല്ലാം ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനേ. ഈ ചെറുപ്പക്കാരൻ്റെ മരണവെപ്രാളം ഉസ്താദിന് മനസ്സിലായി. മരിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഡ്രസ്സ് മാറ്റിക്കൊടുത്തപ്പോൾ വെളുത്ത തൊലിയുള്ള പയ്യൻ്റെ കറുത്ത ചെവിയുടെ അടുത്ത് കറുത്ത വരകളാണ്. എന്താണത്? പറിച്ചു നോക്കുമ്പോൾ ഇയർഫോണാണ്. പുതിയ കാലത്തെ ബ്ലൂടൂത്ത് അല്ല, ആ വയറുള്ള ഇയർഫോൺ. അതൊരാൾ വെച്ച് നോക്കിയപ്പോൾ മ്യൂസിക്, സിനിമ പാട്ട. ഇവൻ ഓഫായിട്ടും പാട്ട് ഓഫായില്ല.
ജീവിതത്തിൽ എന്താണോ മക്കളെ നമ്മൾ ചെയ്തത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും മരണം സംഭവിക്കുക. കാമുകനും കാമുകനും കൂടി യാത്ര ചെയ്യുമ്പോൾ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടത് കേട്ടില്ലേ നിങ്ങൾ? ഭർത്താവ് പോയ സമയത്ത് കാമുകനെ വിളിച്ചു വരുത്തി വൃത്തികേട് ചെയ്യാനൊരുങ്ങുമ്പോൾ ബെഡിൽ കിടന്നെടുത്ത് സൈലൻ്റ് അറ്റാക്കായി മരണപ്പെട്ടവരില്ലേ? ഇമാം ഖുർത്തുബി റഹിമഹുല്ല അത്തദ്കിറ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ വരും. തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ക്രിസ്ത്യൻ ഫാമിലിയിലെ പെൺകുട്ടിയായി അയാൾക്ക് ലവ് അഫെയർ. അയാൾ ആ പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി അങ്ങോട്ട് ഒരിക്കൽ പോയി. ബാങ്ക് കൊടുക്കാൻ കയറി അയാൾ താഴെ ഇറങ്ങിപ്പോയി. പോയ സമയത്ത് ആ പെൺകുട്ടിയുടെ ഫാദർ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ മോളെ തരാമെന്ന്. അങ്ങനെ ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് മുർത്തദ്ദായി, ഈമാൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ആ പെണ്ണിനെ സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ അയാളെ കാല് തടഞ്ഞ് അയാൾ തന്നെ വീണ് മരണപ്പെട്ടു. അല്ലാ നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനേ. മൊബൈലിൽ പാതിരാവിൻ്റെ പഴുതിൽ ഹറാമുകൾ കണ്ടിട്ട് ഉറങ്ങുമ്പോൾ ആ ഉറക്കത്തിലെങ്ങാനും നമ്മൾ മരണപ്പെട്ടു പോയാൽ, ആ ഉറക്കത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസമങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ, പരിപാടി കഴിഞ്ഞ് ഇശാ വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കാമെന്ന് കരുതി ഉറക്ക് നല്ല ബാധിച്ച് ക്ഷീണമുണ്ടായ വലബത്തുന്നൗമിൻ്റെ സമയം ഇശാ പിന്തിച്ച് പിന്നെ നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കാമെന്ന് കരുതിയിട്ട് ആ ഉറക്കത്തിലെങ്ങാനും നമ്മൾ മരണപ്പെട്ടു പോയാൽ കണ്ണ് പിന്നെ തുറക്കുന്നത് ഖബറിലാണ്. അവസാനത്തെ വക്ത് നഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഖബറിലെത്തുന്നത്. ജീവിതത്തിൽ നമ്മൾ എന്ത് കൂടുതൽ ചെയ്താലും അത് ചെയ്തുകൊണ്ടിരിക്കും, മരണപ്പെടും. അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു മസ്അല ചർച്ച ചെയ്യുമ്പോഴാണ് വഫാത്തായത്. ഒരു മഹാനോട് വഫാത്തിന് ശേഷം സ്വപ്നത്തിൽ കണ്ട ആൾ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മരണവേദന? മഹാന്റെ മറുപടി, മരണവേദന ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. എന്തേ? കുന്തു അതഅമ്മലു മസ്അലതൻ, ഞാനൊരു ഫിഖിന്റെ മസല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്റായിൽ വന്നിട്ട് റൂഹ് പിടിച്ചിട്ട് ഒറ്റ പോക്ക്. വലം മശ്ഊർ ബി ഖുറൂജി റൂഹി, എൻ്റെ റൂഹ് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. മസ്അലൻ്റെ മധുരം കൊണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു കുളിച്ച് വൃത്തിയായി സുഹൈൽ ബുഖാരി എടുത്ത് സുഗന്ധം പൂശി കഫംപുട വിരിച്ച് അതിലിരുന്ന് ബുഖാരി ഓതി മുത്തം കൊടുത്തിട്ട് നെഞ്ചോട് ചേർത്തിട്ട് ഗസാലിമ വഫാത്തായത്. സൂഫി എന്തിന്? മുത്താലിമായിട്ട് മരിച്ച പവറുണ്ടല്ലോ അതുകൊണ്ട്. കണ്ട നമ്മൾ എങ്ങനെയായിരിക്കും മരണപ്പെടുക? ഖാലിദ് ബിൻ മഅദിൻ എന്ന് പറയുന്ന പണ്ഡിത ശ്രേഷ്ഠർ, ആയിരക്കണക്കിന് തസ്ബീഹ് ഡെയിലി ചൊല്ലുന്ന മഹാൻ, അൽ ഹാവിലിൽ ഫതാവയിൽ കാണാം വഫാത്തായിട്ട് കറാമത്ത് എന്നോണം പഴയ അർത്ഥത്തിൽ ശീലത്തിൽ മഹാനവറുകൾ വഫാത്തായിട്ട് ജനാസ കട്ടിൽ ഇങ്ങനെ കടത്തുമ്പോൾ ഓരോ വിരൽ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. പഴയ ശീലത്തിൽ തസ്ബീഹിലെ ശീലത്തിൽ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. നമ്മളാറ്റം മരിച്ചാൽ വിരൽ അനങ്ങുവാണെങ്കിൽ കൈ അനങ്ങുവാണെങ്കിൽ ആദ്യം കീശ വരുന്നു. ആ വലിയ ഫോൺ ചെറുത് മേശമലുണ്ട്, വലിയ ഫോൺ ഞാൻ മരിക്കുമ്പോൾ അവിടെ വെച്ച് ഉറങ്ങുമ്പോ ഫോണ്, ഉറങ്ങി എഴുന്നേറ്റ ഫോണ്, നിസ്കാരം കഴിഞ്ഞ ഓടാ ഫോണ്. എന്തുവാടാ നമ്മുടെ ജീവിതത്തിനൊരു ചിട്ട? നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, നമുക്കൊരു ജീവിതത്തിന് അജണ്ട വേണ്ടേ? എന്താ നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നേ? നമ്മൾ എന്താണ് ആഖിറത്തിലേക്ക് നേടിയെടുത്തത്? തൂക്കുമരത്തിലേക്ക് ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം, എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ലാസ്റ്റത്തെ ആഗ്രഹം? അതിന് മഹാന്റെ മറുപടി, ദഅനി ഉസല്ലി റകഅതൈൻ, ഒരു 2 റകഅത്ത് അല്ലാഹുവിന് വേണ്ടി എനിക്ക് നിസ്കരിക്കണം. ആ നിസ്കാരം ഭംഗിയായി നിർവഹിച്ചിട്ട് മഹാൻ തിരിച്ചു വന്ന് പറയാണ്, എനിക്ക് കൂടുതൽ സമയം എൻ്റെ അള്ളാഹിനോട് വർത്തമാനം പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ കൂടുതൽ സമയം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഖുബൈബിന് മരണം പേടിച്ചിട്ടാണ് നിസ്കാരം ദീർഘിപ്പിക്കുന്നത്. അത് വേണ്ട, അത് വിചാരിച്ചിട്ടാണ്. മരിക്കുമ്പോൾ എന്താ ആഗ്രഹം?
ഒന്ന് വീഡിയോ കോള് ഭാര്യയെ കിട്ടണമെന്നില്ല, എനിക്കെൻ്റെ 2 റക്അത്തിലൂടെ എൻ്റെ അള്ളാഹിനോട് മിണ്ടണം. സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു ഇന്നഹു കസ്മിഹി, പേര് പോലെ സാബിത്തും ഫിദ്ദീൻ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, ജീവിതം അതിസൂക്ഷ്മമായി ജീവിച്ചു തീർത്ത മഹാൻ, രാത്രി ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യും. ഒരു ദിവസം ഒരു ഖത്ം ഓതി തീർക്കും. 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. വഫാത്തായിട്ട മഹാനവറുകൾ വഫാത്താവുന്നതിൻ്റെ തൊട്ടു മുമ്പ് മകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാനിരിക്കുമ്പോൾ ഉപ്പ പറയുന്ന വാക്ക്, മോനെ നീ ഇപ്പോഴും എനിക്ക് ദിക്ർ ചൊല്ലി തരുകയാണോ? എനിക്ക് ഇന്ന് ചൊല്ലി തീർക്കാനുള്ള 7ാമത്തെ ഔറാദിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഹിസ്ബുൻ നസ്ർ, വിർദുൽ ലത്തീഫ്, ദലായിലുൽ ഖൈറാത്ത് എന്നൊക്കെ പറയുന്നത് പോലെ 6ാമത്തെ ഔറാദ് പൂർത്തിയാക്കി 7ാമത്തേതിലേക്ക് എത്തിയ ഉപ്പാക്കാണോ മോനിത് ചൊല്ലിത്തരുന്നത്? അല്ലാ അവരുടെ ഒരു ജീവിതം നോക്കൂ. മഹാനവറുകൾ വഫാത്തായിട്ട് ഖബറടക്കുന്ന ഘട്ടം, ഖബറടക്കുമ്പോൾ കല്ലിങ്ങനെ വെക്കുമല്ലോ, അതിൻ്റെ മീതെയാണല്ലോ മണ്ണിടുക. ഒരു കല്ല് താഴെ വീണ് പോയപ്പോൾ ഖബർ ഒഴിക്കുന്ന ആൾ ബാക്കി കല്ലൊക്കെ മാറ്റിയിട്ട് ആ കല്ലെടുക്കാൻ വേണ്ടി താഴെ ഇറങ്ങി. കണ്ട അത്ഭുതം, ഫഇദൻ ഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരി. മഹാനവറുകൾ ഖബറിന് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ഖബറടക്കം പൂർത്തിയായിട്ടില്ല, മണ്ണിടാൻ തുടങ്ങിയിട്ടില്ല. അപ്പോഴേക്ക് മഹാൻ ഖബറിന് നിസ്കാരം തുടങ്ങി. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഉടനെ ഈ മുഅ്മിനീങ്ങളെല്ലാം മഹാനവറുകളുടെ ഈ ദഫൻ പൂർത്തിയാക്കിയിട്ട് വീട്ടിലേക്ക് പോയിട്ട് മോളോട് ചോദിച്ചു, ഉപ്പാൻ്റെ ലൈഫ് സ്റ്റൈൽ ഒന്ന് പറഞ്ഞുതരാവോ മോളെ? മറുപടി, ഉപ്പ എപ്പോഴും രാത്രി നീണ്ട നിസ്കാരത്തിന് ശേഷം അത്താഴ സമയമായാൽ ദുആ ചെയ്യും, അല്ലാഹ് എനിക്ക് ഒരാഗ്രഹമുണ്ട് നിന്നോട് പറയാൻ. എന്താണെന്ന് വെച്ചാൽ, ഖബറിന്ന് ആർക്കെങ്കിലും നിസ്കരിക്കാൻ ചാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ, ഡെയിലി ഫർളിൻ്റെ പുറമെ 300 റക്അത്ത് അള്ളാഹിൻ്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ 600 സുജൂദ് ചെയ്യും. എന്നിട്ടും നമുക്ക് സുജൂദ് നിസ്കരിച്ചിട്ടൊന്നും പൂതി തീർന്നിട്ടില്ല, പ്ലീസ് ഖബറിന് തരണേ അല്ലാ. നമ്മൾ ഇന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് സെൽഫി ക്ലിക്ക് ചെയ്യാം. വിത്തർ ഒന്നിലൊതുക്കൽ മസാല കണ്ടെത്തല്ല വേണ്ടത്, നമ്മുടെ ജീവിതത്തിന് പുതിയ നന്മകൾ കണ്ടെത്തണം. നേരത്തെ നമ്മൾ പരാമർശിച്ച ഇബ്നു ഹജർ റഹ്മഹുള്ളയുടെ ഉസ്താദായ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു, ആ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു 100 വയസ്സിൻ്റെ അടുത്ത പ്രായമായിട്ടും നിന്നിട്ടേ നിസ്കരിക്കുള്ളൂ. ഫർളല്ല, സുന്നത്തിൻ്റെ കഥയാണ് പറയണത്. നിന്നിട്ടേ നിസ്കരിക്കുള്ളൂ. ഈ നിന്ന് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാനാവുന്നുണ്ടോ എന്ന് ബേക്കിൽ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് പേടിയായി. ശിഷ്യനായ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉസ്താദേ ഖദ് റഖസല്ലാഹു ലക്, സുന്നത്ത് നിസ്കാരം ഇരുന്നിട്ട് വേണമെങ്കിൽ നിസ്കരിക്കാന്നുള്ളതാണല്ലോ മസാല, ഉസ്താദ് ഇരുന്നിട്ട് നിസ്കരിച്ചൂടെ? മഹാൻ്റെ മറുപടി കേട്ടോ. മഹാൻ്റെ മറുപടി, മോനെ ഞാനിപ്പോൾ ഇരുന്നിട്ട് സുന്നത്ത് നിസ്കരിച്ചാൽ ആഖിറത്തിൽ എനിക്ക് കിതാബ് തരുമല്ലോ. ആ കിതാബ് തരുമ്പോൾ ഞാനിപ്പോൾ സുന്നത്ത് നിസ്കാരം ഇരുന്നിട്ട് നിസ്കരിച്ചതിൻ്റെ പിറ്റേന്നോ മറ്റോ മരണപ്പെട്ടാൽ എൻ്റെ ഏട് ഞാൻ വായിക്കുമ്പോൾ ലാസ്റ്റത്തെ പേജ് ഉണ്ടാവില്ല, സ്വല്ല സക്കരിയ ഖായിദൻ, ളുഹറിൻ്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരം സക്കരിയ അൻസാരി ഇരുന്നിട്ട് നിസ്കരിച്ചു. അയ്യേ നാണക്കെട്, ഇരുന്നിട്ട് നിസ്കരിച്ചു എന്ന് കേൾക്കുമ്പോൾ വേണ്ട ഞാൻ നിന്നിട്ട് നിസ്കരിച്ചോളാം. ആരോഗ്യമുള്ള കാലം മാത്രമല്ല, അനാരോഗ്യകാലത്ത് വരെ അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി റിസ്ക് എടുത്തവരാണ് നമ്മളെ മഹാന്മാർ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇവർക്കെന്തോ പറയാം.
എന്ത് മനസ്സിലാവും? അങ്ങനല്ല ചോദിക്കുന്നത്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു എല്ലാവരുടെയും ഖബർ അല്ലാഹു സ്വർഗ്ഗാക്കട്ടെ. അപ്പോൾ ഒന്നാമതായി റൂഹുൽ ബയാൻ പറയണത് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നിന്റെ ശരീരത്തെ പിടിച്ചു നിർത്തുമ്പോൾ നിന്റെ ജീവിതം വിജയിക്കും. കുറേ ഇബാദത്ത് ചെയ്യാൻ എല്ലാവർക്കും കഴിയും. ഗസാലി ഇമാം റഹിമഹുല്ലാഹ് ബിദായത്തുൽ ഹിദായയിൽ പറയുന്നുണ്ട്, കുറേ ഇബാദത്ത് ചെയ്യാൻ എല്ലാവർക്കും കഴിയും, കുറേ സ്വലാത്തും ദിക്റും ചൊല്ലാൻ എല്ലാവർക്കും കഴിയും. തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അള്ളാഹു ആ ഇഷ്ടക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. രണ്ടാമത് റൂഹുൽ ബയാൻ പറയാണ്, നമ്മുടെ ജീവിതം വിജയിക്കാൻ മോനെ നീ വേണ്ടത് ഇബാദത്തിന്റെ വിഷയത്തിൽ നിനക്ക് നല്ല ജാഗ്രത വേണം. ഇബാദത്ത് ചെയ്യാൻ നല്ല ആവേശം കിട്ടണം. എന്താ അങ്ങനെ പറഞ്ഞാൽ? രണ്ട് കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് പരമാവധി സ്ഥിരം ചെയ്യാൻ നോക്കണം. ഇപ്പം ഏതെങ്കിലും ഒരു പ്രഭാഷണം കണ്ടിട്ട് മദീനയിൽ എത്തണല്ലേ ഇൻഷാ അല്ലാഹ് കുറച്ച് സലാത്തല്ലണം, അങ്ങനെ ഒരാഴ്ച ഭയങ്കര സലാത്ത്, പിന്നെ ഒന്നുമില്ല. അതിനേക്കാൾ നല്ല ഡെയിലി 10 ആണെങ്കിൽ 10 സ്ഥിരം ചെല്ലുക. അതാ അള്ളാഹുവിന് ഇഷ്ടം. മസ്റൂഖ് റളിയല്ലാഹു ആയിഷ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അയ്യുൽ അമലി അഹബ്ബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അമൽ എന്താ? ഖാലത്ത്, ബുഖാരിൻ്റെ ഹദീസാ. ഖാലത്ത്, മഹദിയുടെ മറുപടി അദ്ദായിം, സ്ഥിരം ചെയ്യുന്നത്. സ്ഥിരം ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. നമ്മൾ ചെയ്യുന്ന അമല് പരമാവധി സ്ഥിരം ചെയ്യാൻ നോക്കണം. ആവശ്യമില്ലാത്ത നേർച്ചയൊന്നും നമ്മൾ ആക്കരുത്. കഴിയാത്ത ഒരു റിസ്ക് ഏറ്റെടുക്കാൻ ഇസ്ലാം പറയുന്നില്ല. റബീഉൽ അവ്വൽ ഇൻഷാ അല്ലാഹ് 2 കോടി സലാത്തല്ല ഞാൻ നേർച്ചാക്കി, 1,99,000 ചൊല്ലിയെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 2 ലക്ഷത്തിന് 2 സ്വലാത്ത് കുറവ്, ആ സ്വലാത്ത് ഒഴിവാക്കിയതിൻ്റെ കുറ്റം ഉണ്ടാവില്ലേ? വേണ്ടാത്ത പണിയല്ലേ? മൂലക്കുള്ള മഴ കാലിനെടുത്തിട്ടത് അങ്ങനെ പറഞ്ഞോ അള്ളാഹു? അങ്ങനെ നേർച്ചാക്കാൻ നമ്മളോട് അള്ളാഹ് പറഞ്ഞോ? ഇല്ല. പ്രസവിക്കപ്പെട്ട കുട്ടീനെ 2000 കിലോമീറ്റർ അപ്പുറമുള്ള അല്ലെങ്കിൽ 100 കിലോമീറ്റർ അപ്പുറത്തുള്ള മക്കാമിൽ പോയിട്ട് പേരിടാൻ, അങ്ങനെ ഒരു പേരിടലുണ്ട് നമുക്ക്? അങ്ങനെ നേർച്ചാക്കാൻ നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. 110 പോകാതെ 100 തന്നെ വേണ്ട, ഒരു 90 പോകുന്ന ജീവിതം മതി നമുക്ക്, നോർമൽ ലൈഫ്. എന്തെല്ലാം റബ്ബേ ആത്മീയതയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നേ. സാധാരണ മുസ്ലിം ജീവിതത്തെ, കുടുംബ ജീവിതത്തെ തകർത്ത് തരിപ്പണാക്കുന്ന പല ഓൺലൈൻ ഫത്വകളും വന്നുകൊണ്ടിരിക്കുന്ന കാലമായിപ്പോൾ. അത്തരം ഓൺലൈൻ മജ്ലിസുകളിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങന്മാർ സ്ഥിരം ഓൺലൈൻ മജ്ലിസിൽ ആവുക, ദിക്റെല്ലുക, സ്വലാത്തെല്ലുക, ഭർത്താവിനെ നോക്കണമെന്നില്ല. അതൊന്നുമല്ല. ഭർത്താവിനെ നോക്കുന്നതിനേക്കാൾ വലിയ ഇബാദത്താണോ ഇതൊക്കെ? ആണോ? ഒരു സ്ത്രീയോട് ആഖിറത്തിൽ അള്ളാഹു ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം പുരുഷനുള്ള പോലെ തന്നെ നിസ്കാരത്തിൽ. രണ്ടാമത്തെ ചോദ്യം വഅൻ ബഅലിഹാ, നീ ഭർത്താവിനോട് എങ്ങനെ പെരുമാറി. ചിലപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പെണ്ണിൻ്റെ കയ്യിൽ ദലാൽ ഖൈറാത്ത്, വിർദുൽ ലത്തീഫ്, ഹിസ്ബുൻ നസർ, കുറേ സ്വലാത്തിൻ്റെ ഇടക്കുണ്ടാവും. കല്യാണം കഴിച്ചാൽ ഭർത്താവിൻ്റെ പാൻറ് ഷർട്ടിൽ ഇസ്തിരി ഇട്ടിട്ടുണ്ടായാൽ മതി കേട്ടോ, അത് മതി. അതന്നെയാണ് മുസ്ലിം ജീവിതം. ഖദീജ ഉമ്മ റസൂലുള്ളാക്ക് ഫുഡ് എടുത്തിട്ട് മല കയറിയത് 800 അടിയാ. ഇപ്പം പാകിസ്ഥാനികളല്ലേ അതിൻ്റെ സ്റ്റെപ്പും പിടിക്കമ്പിയെല്ലാം ഉണ്ടാക്കിയത്. അന്ന് ഉരുളം കല്ലുകളല്ലേ ആ ഗുഹ കയറിയില്ലേ ഖദീജ ബീവി. അതന്നെ ഏറ്റവും വലിയ ഇബാദത്ത്. പുതിയ കാല ഒരു തട്ടിപ്പിലും നമ്മൾ പെടാൻ പാടില്ല.
ഭർത്താവ് ഒന്ന് ചുമ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിസ്കാരക്കുപ്പായി വിട്ടിട്ട് നിസ്കാരത്തിൻ്റെ മുസല്ലയിൽ ചൊല്ലുന്ന ദിക്റുണ്ടല്ലോ, ആ ദിക്ർ അവിടെ തൽക്കാലം കട്ട് ചെയ്തിട്ട് ഉടനെ കിച്ചണിൽ പോകുക, ചൂടുവെള്ളം എടുക്കുക, വെള്ളം കൊടുക്കുക. അതാ വേണ്ട. ഭർത്താവിന് ഖിദ്മത്ത് എടുക്കണതിനേക്കാൾ വലിയ ഇബാദത്തുണ്ടോ? ഉണ്ടോ? ഇല്ല. മുസ്ലിം കുടുംബജീവിതം തകർക്കുന്ന ഒരു സംസാരത്തിലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ചെയ്യുന്ന ഇബാദത്ത് സ്ഥിരം, അത് കുറച്ചാണെങ്കിലും അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി തആല അദ്വമുഹാ വഇൻ ഖല്ല, കുറച്ചാണെങ്കിലും സ്ഥിരം ചെയ്യുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ ഇബാദത്തിൻ്റെ വിഷയത്തിൽ? ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കണം, ഈ ഇബാദത്ത് കൊണ്ടായിരിക്കും ഞാൻ രക്ഷപ്പെടുക. എന്താ വിചാരിക്കേണ്ടത്? ഈ ഇബാദത്ത് കൊണ്ടായിരിക്കും ലഅല്ലി ബിഹാ അദ്ഖുലുൽ ജന്ന, ഈ ഇബാദത്ത് കൊണ്ടായിരിക്കും ഞാൻ രക്ഷപ്പെടുക എന്ന് ചിന്തിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ബക്കറ്റ് അവിടെ കാണുന്നുണ്ട്, വെള്ളം കോരാനാവാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇല്ലല്ലോ, ഇല്ല. സ്വതക്കാണ്. അപ്പോൾ ആ സ്വതക്ക കൊടുക്കുമ്പോൾ നമ്മൾ എന്താ കരുതേണ്ടത്? ഞാൻ ഈ കൊടുക്കുന്ന സ്വതക്കനെ കൊണ്ട് എനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താ? ആഖിറത്തിൽ 49 നന്മയും 51 തിന്മയായിട്ട് എന്താ ചെയ്യുക? ഒരു മാർക്ക് എങ്ങനെയൊക്കെ 50 ആയാലും അല്ല എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്തും അല്ലേ? അപ്പോഴാണ് ഒരു പ്രഭാഷണത്തിൻ്റെ ഇടയിൽ വന്ന ബക്കറ്റിൽ ഇട്ട് കൊടുത്ത ആ സ്വതക്ക അങ്ങോട്ട് നന്മയുടെ തട്ടിലേക്ക് വരുന്നു. അല്ലാഹ്, ആ സ്വതക്കിൻ്റെ പവർ ഉണ്ടാകും. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്. ലഅല്ലി ബിഹാ അദ്ഖുലുൽ ജന്ന, ഞാൻ ഈ ചെയ്യുന്ന സ്വതക്ക കൊണ്ടായിരിക്കും ഞാൻ രക്ഷപ്പെടുക. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് രാത്രി ഉറങ്ങാൻ നേരത്ത് നമുക്ക് ഡൗട്ട് വുളു ഉണ്ടാകും. വുളുവോടുകൂടി ഉറങ്ങൽ സുന്നത്താണല്ലോ. വുളു ഉണ്ടോയെന്ന് ഇങ്ങനെ ഡൗട്ട്. ഒരു നിലക്കും പറ്റിക്കാൻ ഇബ്ലീസ് ചിലപ്പം വാട്സപ്പിൽ വോയിസ് ഇടും, തണുപ്പല്ലേ മറ്റല്ലേ. ഒരു നിലക്കും കഴിയുന്നില്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അങ്ങ് കേൾക്കും, എൻ്റെ ഇഷാൻ്റെ വുളു മുറിഞ്ഞോ എങ്ങനെയെങ്കിലും മുറിക്കാണ്ട് അവിടെ തന്നെ വെക്കും, ഇങ്ങനെ അങ്ങ് വെക്കും. അപ്പോൾ നമ്മൾ വുളു എടുക്കാൻ പോകുമ്പോൾ കരുതണ്ടെന്നാണെന്നറിയാം, ഈ വുളു ആയിരിക്കും എന്നെ ആഖിറത്തിൽ രക്ഷപ്പെടുത്തുക. ഓരോ അമല് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു തോണി കയറിയിട്ട് കപ്പലിലേക്ക് എത്തി. കപ്പലിലേക്ക് കയറാനിരിക്കും മഹാൻ പറഞ്ഞു തോണിക്കാരനോട്, ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നല്ലേ വരുന്നത്, അത് നീ നോക്കണ്ടേ, നീ എന്നെ അവിടെ എത്തിക്ക്, എന്നിട്ട് ഉടനെ ഈ കപ്പൽ വിടുന്നതിന് മുമ്പ് എന്നെ. എന്ത് ഉസ്താദ് അവിടെ നിന്ന് തന്നെയല്ലേ വരുന്നത്, പിന്നെ ഒന്നും കൂടി അങ്ങോട്ടേക്ക് എന്തിനാ പോണത്? ഒരു ദിർഹം ഫുള്ള് തരേണ്ടി വരുവേ. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. സർവീസ് അല്ലേ, സർവീസ് ചാർജ് അല്ലേ, തരാമെന്ന് പറഞ്ഞു. ഫത്തുൽ ബാരിയിലുണ്ട്. അങ്ങനെ പോയി തിരിച്ചു വന്നു, ഒരു ദിർഹം കൊടുത്തു. കപ്പൽ ആരും ചോദിച്ചു, അത് ശരിക്കും നഷ്ടമല്ലേ, ഒരു ദിർഹം എന്തിനാണ്, പോയടത്തേക്ക് തന്നെ ഒന്നുകൂടി പോയത്, ഉള്ളിടത്ത് തന്നെ ഒന്നുകൂടി പോകേണ്ട ആവശ്യമില്ലല്ലോ. അതെ, അത് അവിടുന്ന് ഒരാൾ തുമ്മിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ അൽഹംദുലില്ലാ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഇറമുക്കല്ല പറഞ്ഞ സുന്നത്ത് തന്നെ ശരി, പക്ഷെ ഞാൻ ഇറമുക്കല്ല ഇവിടുന്ന് പറഞ്ഞാൽ അയാൾ കേൾക്കൂല. അയാൾ കേൾക്കുന്ന വിധത്തിന് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞാലുള്ള മെച്ചെന്നാ അറിയാം. അയാൾ എന്നോട് യഹ്ദീക്കുമുല്ലാന്ന് എനിക്ക് ദ്വാരം തരും. ഒരു മുഅ്മിൻ്റെ ലിസാനിലൂടെ നാവിലൂടെ യഹ്ദീക്കുമുല്ല, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ എന്ന് പറഞ്ഞ് അയാളങ്ങനെ ദുആയിൽ ഇജാബത്തുള്ള ആളെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ. ഒരു ദിർഹം പോയാലെന്ത്? അന്ന് രാത്രി കപ്പലുകാർ ഒരു സൗണ്ട് കേൾക്കുന്നു ആകാശ ലോകത്തു നിന്നുള്ള അശരീരി. എന്താണെന്നറിയോ? ഇന്ന അബൂദാവൂദ്, ബുദ്ധിമാനായ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഇസ്തറൽ ജന്ന, സ്വർഗം വാങ്ങിയിട്ടുണ്ട് നാട്ടുകാരെ, ബിദിർഹമിൻ വാഹിദിൻ, ഒരു ദിർഹമുണ്ട്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു നല്ല കാര്യം ചെറുതായിട്ട് സുന്നത്തല്ലേ ഉള്ളൂ, അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, 10 രൂപ കൊടുത്തിട്ട് എന്താ വേണ്ടത്, അങ്ങനെ ചിന്തിക്കരുത്. പ്രത്യേകിച്ച് സ്വതക്ക ചെയ്യുമ്പോൾ 25 പിശാചുക്കൾ നമ്മളെ കൈ പിടിച്ചു നോക്കുന്നതാണ്. ഉദാഹരണത്തിന് ഈ ബക്കറ്റ് ഇങ്ങനെ വരുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കീശയ്ക്ക് ഇട്ടപാട് 2000-ൻ്റെ നോട്ടിലാണ് വിരൽ കുടുങ്ങിയതെങ്കിൽ നമ്മൾ തന്നെ ആരോ മരിച്ച മാതിരി എന്താണ് ചെയ്തത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചെല്ലും. 500 കൊടുങ്ങി പകുതി ചെല്ലും, ഇന്നാ ലില്ലാഹ്. എന്നിട്ട് എടുക്കൽ ശരിക്ക് പണ്ട് നിരോധിക്കാൻ മറന്നുപോയൊരു നോട്ടുണ്ട് 10, അത് എടുക്കും, കൊടുക്കും.
10 ഉള്ളുവെങ്കിൽ 10 കൊടുക്കാനേ കഴിവുള്ളൂവെങ്കിൽ അയാൾ അതന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മളെപ്പോഴും സ്വതക്കൻ്റെ വിഷയത്തിൽ ചിന്തിക്കേണ്ടത് ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. എന്താണെന്നറിയാം, ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട സ്ത്രീ വന്നിട്ട് ഒരു ചെറിയ കുപ്പി കാണിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ വീട്ടിലേക്ക് ഈ കുപ്പിയിൽ കുറച്ച് തേൻ തരാവോ എന്ന് ചോദിച്ചു. ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു വലിയ കുപ്പിയിലൊരു തേൻ കൊടുത്തു. ശിഷ്യന്മാർ ഒരു ചെറുതല്ലേ ചോദിച്ചിട്ടുള്ളൂ ഉസ്താദേ. മറുപടി, ആ പെണ്ണിൻ്റെ കഴിവിൻ്റെ പരമാവധി ചോദിച്ചു, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി കൊടുത്തു. മുത്തല്ലിമീങ്ങൾ സ്ഥാപനത്തിൻ്റെ ഫെസ്റ്റിന് ഒക്കെ വരും, കലണ്ടറിൻ്റെ വിൽപ്പനക്കും മറ്റൊക്കെ വരും. ഒക്കെ വരുമ്പോൾ അവർ 50 ഉറുപ്പ്യൻ്റെ റെസിപ്റ്റ് മേലെ വെക്കും, 20 അതിൻ്റെ അടിയിൽ വെക്കും, 10ൻ്റെ താഴെ ഒളിപ്പിച്ച് വെക്കും. നമ്മൾ എത്രയാ 50 ഫെസ്റ്റ്. കുറേ മുത്തല്ലിങ്ങളുടെ പ്രഭാഷണ പ്രസംഗ പരിശീലനം, അവർ ദഅവത്തിൻ്റെ വഴിയിൽ വ്യത്യസ്തങ്ങളായ, അതൊന്നും ചോദിച്ചിട്ടില്ല. എത്ര റെസിപ്റ്റ് ഉള്ള 50, 10ൻ്റെ ഇല്ല. എന്തൊരു കഥ എന്ന് പറയണ്ടേ. അങ്ങനെയല്ല, 250ൻ്റെ മുറിക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യണം. നാളത്തെ പേരോട് ഉസ്താദുമാർ ഈ മുത്തല്ലിമീങ്ങളിൽ നിന്നാണ് വളരേണ്ടത്. വലിയ ഉസ്താദുമാർ വന്നിട്ട് ചോദിച്ചാൽ മാത്രം പിരിവ് കൊടുക്കുന്ന ആജ്യമാർ ഈ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കാത്തത്. പറയേണ്ട പറഞ്ഞേട്ടാ. ബക്കറ്റ് വരുന്നുണ്ട്, നല്ല സംഭാവന കൊടുക്കണം. ഇനി ഇത് ഉള്ളതുകൊണ്ടൊന്നും അല്ല ഈ ഹദീസിൻ്റെ അർത്ഥം ഇങ്ങനെ ആയത്. ഈ പറഞ്ഞ ഹദീസിൻ്റെ എല്ലാം അർത്ഥം നേരത്തെ ഇങ്ങനെ തന്നെയാണ്. അള്ളാഹു നമുക്ക് ധാരാളം ഖൈറാത്തുകൾ ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ബിസ്മില്ലാ. രണ്ടുപേരും നമുക്ക് മദ്ഹല്ല ഇടയിൽ ഒരു ബർക്കത്ത്. സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അൻത തത്ലു ഫിൽ ഖവാഖിബിൽ ഖുദൂർ അശ്റഫു മിൻഹു യാ أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا أنت منجينا غدا من شفاعة يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع والحبيب العربي. ആരോഗ്യം, സമയം, ഈ 2 അനുഗ്രഹങ്ങൾ പലരും പരാജയപ്പെടുന്ന ടോപ്പിക്കാണ്. ആ 2 വിജയിക്കാനാണ് റൂഹുൽ ബയാൻ പറഞ്ഞ വിശദീകരണം പറഞ്ഞത്. തെറ്റിൽ നിന്ന് മാറി നിൽക്കുകയും പരമാവധി ഇബാദത്തിൽ ഉന്മേഷം കാണിക്കുകയും ചെയ്യണം. ഏത് ഇബാദത്ത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയാൻ പറ്റൂല. ഒരാൾ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി അതാണ്. സുന്നത്തുകളെ ഹഫിള് അലാ സുനനിൻ വആദാബിൻ അതത് മഅ്സൂറതൻ അൻ ഖൈരി മൻ ജാ മുർസല ഇന്ന തസവ്വുഫ കുല്ലഹു ലഹു അൽ അദബ് വമിനൽ അവാരിഫി ഫത്ലുബൻഹു വഅവ്വില ഇതിലാ ദലീല അല ത്വരീഖി ഇലൽ ഇലാഹ്. അല്ലാഹുവിലേക്ക് എത്താനുള്ള ഒറ്റ വഴി എന്താണ്? ഇല്ലാ മുതാബഅത്തർ റസൂൽ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ട് നടക്കണം. അതേതെങ്കിലും ഒരു സുന്നത്ത്, തൊപ്പിയിടുക എന്ന സുന്നത്ത് മാത്രം പോരാ. ഫീ ഹാലിഹി വഫിആലിഹി വമഖാലിഹി ഫതതബ്ബഅൻ വതബിഉൻ ലാ തഅവില. നിന്റെ നടത്തത്തിൽ, ഇരുത്തത്തിൽ, കടത്തത്തിൽ, ഉറങ്ങാൻ നേരത്ത് ഉറക്കത്തുനിന്ന് ഉണർന്നാൽ, ബാത്റൂമിലേക്ക് പോകുമ്പോൾ വരുമ്പോൾ, ടോയ്ലറ്റിൻ്റെ മര്യാദ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ വരുമ്പോൾ, പള്ളിയിലേക്ക് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ, ആൾക്കാരെ കാണുമ്പോൾ, സദസ്സിലേക്ക് വരുമ്പോൾ, സ്വതക്ക കൊടുക്കുമ്പോൾ വാങ്ങുമ്പോൾ, എല്ലാ സമയത്തും നീ
പാലിക്കുന്ന സുന്നത്തുകളില്ലേ, അതാണ് നീ അല്ലാഹുവിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി. ഒരു യാത്രാ മധ്യേ അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ഇന്ന് വുളു എടുക്കുമ്പോൾ മുങ്കൈ കഴുകിയതിൻ്റെയും വായിൽ വെള്ളം കൊപ്പിളിച്ചതിൻ്റെയും ഇടയിൽ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. മുങ്കൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിൻ്റെയും മുങ്കൈ കഴുകുന്നതിൻ്റെയും ഇടയിൽ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. ഇന്നെനിക്ക് മിസ്വാക്ക് ചെയ്യാൻ മിസ്വാക്കില്ല, എന്ത് ചെയ്യണം? അപ്പോഴാണ് പറയുന്നത്, അവിടെ വിൽപ്പനക്ക് മിസ്വാക്കുണ്ട്, പക്ഷേ ഒരു ദിർഹം കൊടുക്കണം. മഹാന്റെ മറുപടി, ലോകം മുഴുവനും കൊടുത്താലും ആ സുന്നത്തെടുക്കലല്ലേ മക്കളെ വലുത്. വില കൊടുത്തു വാങ്ങൂ, ഞാൻ അതിൻ്റെ ക്യാഷ് അങ്ങ് തരാം. ആ അബൂബക്കർ ശിബിലി തങ്ങൾ വഫാത്താവുന്ന ഘട്ടത്തിൽ സ്വന്തം ചെയ്യാനൊന്നും കഴിയുന്നില്ല. ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, വുളുവോടെ മരിക്കണം മോനെ, എനിക്കൊന്ന് വുളു എടുപ്പിച്ചു തരൂ. മുങ്കൈ കഴുകി കൊടുത്തു, വായിൽ വെള്ളം കൊപ്പിളിച്ചു, മുഖം കഴുകി കൈ കഴുകാൻ ഒരുങ്ങുമ്പോൾ ശിഷ്യന്റെ കൈ പിടിച്ചിട്ട് പറയാണ്, എൻ്റെ താടി നീണ്ട താടിയല്ലേ മോനെ, ഈ താടി മുളച്ച കാലം മുതൽ ഇന്നേ വരെ ഞാൻ വുളു എടുക്കുമ്പോൾ താടിക്കടയിലൂടെ വിരലിട്ടിട്ട് ചിക്കകറ്റൽ എന്ന സുന്നത്ത് ഒരു തവണ പോലും ഒഴിവാക്കിയിട്ടില്ല. മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള വുളുയിൽ ഞാനത് ഒഴിവാക്കില്ല മോനെ, എനിക്ക് സ്വന്തം കഴിയാത്തത് കൊണ്ടാണ്. മോനൊന്നത് ചെയ്തു തന്നിട്ട് കൈ കഴുകി തന്നാൽ മതി എന്ന് പറയുന്ന ഒറിജിനൽ സുന്നികളുടെ പിൻഗാമികളായി നമ്മൾ ജീവിക്കണം മുഅ്മിനീങ്ങളെ. എത്ര എത്ര മഹാന്മാരുടെ മനാഖിബുണ്ട്. ഒരു ദിവസം തന്നെ 3000-ലധികം സുന്നത്ത് ഒരാൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ എടുക്കാൻ പറ്റും. വുളു എടുക്കുമ്പോഴില്ലേ 100 കണക്കിന് സുന്നത്ത്. ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോ എത്ര സുന്നത്തുകളുണ്ട്. ഒരതിഥി വന്നാൽ ആ അതിഥിയോട് കാണിക്കേണ്ട എത്ര സുന്നത്തുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ നന്നാവാൻ 100 കണക്കിന് മജ്‌ലിസിൽ പങ്കെടുക്കലല്ല, കമന്റ് ബോക്സിൽ കുറെ കമന്റുകൾ ഇടലല്ല. സൂഫിസം അധികരിച്ച കാലം, ആത്മീയ തട്ടിപ്പുകൾ അധികരിച്ച കാലം, പറയാൻ പറ്റാത്ത കറാമത്ത് വരെ പറയുന്ന കാലം. എല്ലാ കറാമത്തും പറയേണ്ടതല്ല. ചില ആയത്തുകളും ഹദീസുകളും ബാക്കി അർത്ഥം വച്ചാൽ മുഅ്മിനീങ്ങളുടെ ഈമാൻ തെറ്റിപ്പോകുമെന്ന് കണ്ടാൽ, വസ്വാസ് ഉണ്ടാകുമെന്ന് കണ്ടാൽ ഹദീസ് തന്നെ ബാക്കി അർത്ഥം വെക്കരുതെന്ന് ഹാഫിൾ സുയൂത്തി തങ്ങൾ പറഞ്ഞില്ലേ? അർ-റസായിലു തിസ്ഇൽ കാണാമല്ലോ. ഹാശിയത്തു ഇബ്നു ഖാസിമിന്റെ ഗ്രന്ഥം തുഹഫയുടെ ഹാശിയയിൽ ഇല്ലേ? അതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ഓരോന്നും പറയേണ്ടത്. ആത്മീയ തട്ടിപ്പുകൾ അധികരിച്ച കാലത്ത് നമ്മൾ ആത്മീയതയിലെത്താൻ ഏതെങ്കിലും ശൈഖിനെ പരതി പോകുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് കിടയറ്റ ആലിമീങ്ങളുണ്ട്, കറാഹത്ത് വരാതെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന റഈസുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും ഏറ്റവും നല്ല ഒരു പണ്ഡിത സംഘടനയുടെ കീഴിലാണല്ലോ നമ്മളുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിക്കിയ പറഞ്ഞതു തന്നെയാണ്. ഹാഫിള് അലാ സുനനിൻ വആദാബിൻ അതത് മഅ്സൂറതൻ അൻ ഖൈരി മൻ ജാ മുർസല. നമ്മുടെ പുന്നാര നേതാവായ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് അതെല്ലാവർക്കും അറിയാമല്ലോ. ആ സുന്നത്തുകൾ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവന്ന് ഇന്ന തസവ്വുഫ കുല്ലഹു ലഹു അൽ അദബ്. മോനെ, സൂഫിയാവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ
സമയത്ത് ചെയ്യേണ്ട സുന്നത്ത് കൃത്യമായി ചെയ്യൽ. പുരുഷന്മാര് ചെയ്യേണ്ട സുന്നത്ത് വേറെയുണ്ട്. അതിന് സ്ത്രീകൾക്ക് ചിലതിൽ ഭാഗവാക്കാൻ പറ്റൂല. എന്ന സ്ത്രീകൾക്കുള്ള കൂലിയെല്ലാം പുരുഷന്മാർക്ക് നേടിയെടുക്കാൻ പറ്റൂല. അതെല്ലാം അവരവര് പഠിച്ചതനുസരിച്ച് ജീവിച്ച് അള്ളാന്റെ പൊരുത്തത്തിലായി ജീവിച്ച് ഫീമ അബ്ല, നിന്റെ ആരോഗ്യം, നിന്റെ യുവത്വം എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആയിരക്കണക്കിന് മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത്, സെക്രട്ടേറിയറ്റുകളിൽ, ക്യാബിനറ്റുകളിൽ പങ്കെടുത്ത് സാന്ത്വനത്തിന്റെ വക ദാറുൽ ഖൈറുൽ ഉണ്ടാക്കാൻ അധ്വാനിച്ചു. പ്രസ്ഥാനത്തിന്റെ കീഴിൽ കൊടി പിടിച്ചത് പാവപ്പെട്ടവർക്ക് മെഡിക്കൽ കാർഡ് നൽകാനും അല്ലെങ്കിൽ വീൽചെയറും വാട്ടർ ബെഡിന്റെയും കളക്ഷന് വേണ്ടിയാണ്. ഇവിടെ വയസ്സായ പ്രായമുള്ള ഉസ്താദ് അവർകൾ നിങ്ങളുടെ ചെറുപ്പക്കാരുടെ അടുത്ത് വന്നിട്ട് ഒരു പിരിവ് നടത്തിയില്ലേ? ഉസ്താദിന് വേണ്ടിയല്ലല്ലോ. നമ്മുടെ ഉസ്താദുമാര് മുഴുവനും ഈ ചെയ്യുന്നത് എന്തിനാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന് വേണ്ടിയാണ്. ഇതുപോലെ നമ്മൾ നല്ല സംഘടനാ പ്രവർത്തകരാവണം. എന്താ ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ മഹത്വം? നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്ത പല ഇബാദത്തും സംഘടനയിൽ ചേർന്ന് നിന്നാൽ നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന് പൂനൂർ ഡിവിഷൻ SSFന്റെ കമ്മിറ്റി ഒരു ചർച്ച, എല്ലാ യൂണിറ്റിലും സുംറ നടത്തിപ്പിക്കണം എന്ന്. ആ നിർദ്ദേശം മിനുട്സിൽ തീരുമാനമായി വന്ന് QD സെക്രട്ടറി, QD ആൻഡ് GD വഴി താഴേക്ക് സമിതി വഴി നിർദ്ദേശം പോയി. 50 യൂണിറ്റിൽ ചുരുങ്ങിയത് നടക്കുമ്പോൾ അതിൽ 500 കുട്ടികളെങ്കിലും ഭാഗവാക്കാവുന്നു. ആ 500 കുട്ടികൾ 10 വീതം സ്വലാത്ത് എല്ലിയാൽ 5000 സ്വലാത്ത് ഈ ഡിവിഷൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പോക്കറ്റിലേക്ക്. ഒരു മീറ്റിങ്ങിലെ 6 അജണ്ടകളിലെ ഒരജണ്ടയുടെ ഒരു കൂലി മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനാണ് SSF ഉറക്കൊഴിഞ്ഞിട്ട് മീറ്റിംഗ് കൂടുന്നത്. എന്താണ് ഈ SSF ഇങ്ങനെ നട്ടപ്പാതിര വരെ മീറ്റിംഗ് കൊടുത്തിട്ട് ഉറക്കൊഴിയുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ്. ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്ത പലതും സംഘടനാ പ്രവർത്തനത്തിലൂടെ സാധ്യമാകും. ഇത് ഇപ്പോൾ നമുക്ക് കാണുന്നത് അബ്ദുള്ള ഖരാത്തോട് മരണപ്പെട്ടിട്ട് എത്ര കൊല്ലമായി? ഓ ഖാലിദ് ഇവിടുന്ന് വഫാത്തായിട്ട് എത്ര വർഷമായി? എല്ലാ ആണ്ട് ദിനത്തിലും ഓ ഖാലിദിന് ദുആ കിട്ടുന്നു. അഖില കേരള ജമിയത്തുൽ ഉലമന്റെ സമസ്തയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലല്ലോ, മറിച്ചാരാ? ഒരു സജീവ പ്രവർത്തകനാണ്. അതിന് കിട്ടുന്ന സമ്മാനം. എൻ്റെ ജില്ലയിൽ കഴിഞ്ഞ സംഘടനാ വർഷത്തിന്റെ തുടക്കത്തിൽ അഫ്ലഹ് ഫറാസ് എന്ന് പറയുന്ന ഒരു പയ്യൻ, ഒരു മോൻ, SSFന്റെ സെക്രട്ടറി, സെക്ടർ സെക്രട്ടറി മരണപ്പെട്ടു. അള്ളാഹു ഖബർ സ്വർഗാക്കട്ടെ. കോടിക്കണക്കിന് ദിക്ർ ആ കുട്ടിയുടെ ഖബറിലേക്ക് പ്രവർത്തകർ ചൊല്ലിത്തീർത്തത്. ഇത് വേറെ എവിടെന്നെങ്കിലും നമുക്ക് കിട്ടുമോ? ചെറുപ്പക്കാരെ, നമ്മുടെ ആരോഗ്യകാലം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമർപ്പിക്കണം. നമ്മുടെ ആരോഗ്യകാലം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമർപ്പിക്കണം. ഉമ്മമാരെ, നമ്മളെ മക്കള് നല്ല ദീനി പ്രവർത്തകരാവണം. സമര പോരാട്ടത്തിൽ പങ്കെടുത്ത 4 മക്കൾ, ആ മക്കളെ കണ്ടിട്ട് ഹൻസ ബീവി സന്തോഷിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, എൻ്റെ മക്കൾ ദീനി പ്രവർത്തകരാണല്ലോ. ഇങ്ങനെ നമ്മളെ മക്കളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവണം. ഈ അടുത്തൊരു ഡിവിഷൻ ഭാരവാഹി പറഞ്ഞു, എൻ്റെ ഡിവിഷൻ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് തീരുമ്പോൾ ചിലപ്പോൾ അർദ്ധരാത്രിയൊക്കെ കഴിയും. ഞാൻ എൻ്റെ ഉമ്മനോട് പറഞ്ഞു, ഉമ്മ എപ്പോഴും ഉറക്കൊഴിഞ്ഞിട്ട് ഞാൻ വരുന്ന സമയത്ത് ഉറക്ക് ഞെട്ടി തുറന്നിരുന്ന കാണുമ്പോൾ എനിക്ക് ടെൻഷനാവുന്നു ഉമ്മ. അതുകൊണ്ട് ഉമ്മ എനിക്ക് ചാവി തന്നേക്ക്, മീറ്റിംഗ് ഉള്ള ദിവസം ഞാൻ അങ്ങനെ ചെയ്തോളാം. അപ്പോൾ ആ ഉമ്മ പറഞ്ഞ വാക്കെന്താ അറിയാം? മോൻ SSFന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഉറക്ക് ഞെട്ടിയിട്ട് തുറന്നു തന്ന ബറക്കത്തുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടണം മോനെ, അതേ എനിക്ക് പ്രതീക്ഷയുള്ളൂ. ഇങ്ങനത്തെ നിഷ്കളങ്കരായ മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ നല്ല വഴിയിലേക്ക് എത്തിച്ചത്. നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് മക്കളാണ്. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ
അള്ളാഹു ഒരു അടിമക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുക്കും. വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദ്, അതിലേറ്റവും നല്ലത് മക്കൾ നന്നാവലാണ്. അള്ളാഹു നമ്മളെയൊക്കെ മക്കളെ നന്നാക്കി തെരുമാറാവട്ടെ. ചെറുപ്പക്കാരാണല്ലോ, അവരെടുത്തുനിന്ന് വരുന്ന അബദ്ധങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കരുത്. ഒരാളുടെയും തെറ്റിനെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയോ ഫേസ്ബുക്കിൽ പോസ്റ്റുകയോ ചെയ്യുന്നത് ഇസ്ലാമല്ല. ഒരു തെറ്റും പരസ്യമാക്കാൻ പാടില്ല. സ്വന്തം ഒരാൾ തെറ്റ് ചെയ്തു, അത് പരസ്യമാക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇന്നലെ ഒരു കിടുക്കാച്ചി കണ്ടിന് മോനെ, ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാം. ഇവൻ അല്ല വെറുതെ വിടൂല. ആ രണ്ടാമത് കണ്ടവൻ്റെ തെറ്റ് ചിലപ്പോൾ പുറത്തു കിട്ടുമായിരിക്കും. ഇവൻ്റെ തെറ്റ് പുറത്തു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവൻ തെറ്റ് പരസ്യമാക്കി തെറ്റ് ഷെയർ ചെയ്തു. ക്യാമ്പസിൽ പെൺകുട്ടികൾ ആൺകുട്ടികളും കൂടിയിട്ട് ഡാൻസും പേക്കൂത്തും എല്ലാം ചെയ്യുക ഹറാം. എന്നിട്ടത് വീഡിയോ പിടിക്കുക, വേറെ ഹറാം. അത് ഗ്രൂപ്പിൽ പോസ്റ്റാ, അത് ഹറാമല്ല, അത് ധിക്കാരം. അത് അള്ളാഹു പുറത്തു തരത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കല്യാണത്തിന് പെണ്ണിൻ്റെ കൂടെ അന്യ പെണ്ണിൻ്റെ കൂടെ എന്നിട്ട് ഫോട്ടോ എടുക്കുക ഹറാം. അത് സ്റ്റാറ്റസ് ആക്കുക, അത് ധിക്കാരം. ഇൽഹാറുൽ മഅസിയത്തിൽ ഇന്നാസ്, നമ്മൾ ചെയ്ത തെറ്റ് ജനങ്ങൾക്ക് വെളിവാക്കി കൊടുത്താൽ വഹുവ അബ്അദു ലിൽ മഗ്ഫിറ. മജ്മൂഉർ റസായിലിൽ മുല്ല അലീനിൽ ഖാരി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ആ തെറ്റ് പുറത്തു കിട്ടൽ ബുദ്ധിമുട്ടായിരിക്കും. അതൊരു ധിക്കാരാണ്. ഓൻ തെറ്റ് ചെയ്യുക എന്നിട്ട് പരസ്യമാക്കുക. നമ്മളെ കുട്ടികൾ തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിനെ ഹൈലൈറ്റ് ചെയ്യരുത്, ചർച്ച ചെയ്തിട്ട് കൊളാക്കരുത്. അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. നാളത്തെ SYSകാർ ഇന്നത്തെ SSFകാരല്ലേ, മറ്റന്നാളത്തെ മുസ്ലിം ജമാഅത്തുകാർ ഇന്നത്തെ SSFകാരല്ലേ. അപ്പം എല്ലാവരെയും നമ്മൾ വളർത്തി കൊണ്ടുവരണം. നമ്മുടെ ഒരു മോന്, നമ്മുടെ ഒരു അനുജൻ, നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ മൂത്ത ഇക്കാക്ക കുവൈത്തിൽ നിന്ന് ഗൾഫിൽ നിന്നെല്ലാം വന്നിട്ട് 2 ദിവസമായി. അങ്ങനെയൊക്കെ വന്ന സമയത്തുണ്ട് കിച്ചൻ്റെ വേക്കുന്ന ഒരു പുക ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇയാൾ ചിന്തിച്ച്, കഴിഞ്ഞ മാസമല്ലേ ഞാൻ ഇത്ര പൈസ അയച്ചു കൊടുത്തിട്ട് പുകയില്ലാത്ത അടുപ്പാക്കിയത്, ഇത് എവിടുന്ന റബ്ബി പുക? നോക്കുന്ന സമയത്ത് നമ്മളെ 8ാം ക്ലാസ്സിലുള്ള അനിയൻ വലിക്കുന്നത്, അതിൻ്റെ പുക ഓനെ പിടിച്ച്. അപ്പോൾ ഒന്ന് ഇട്ടിട്ട്, ഈ കാക്ക പ്ലീസ് ഉമ്മാനോട് പറയില്ല പ്ലീസ്. ഇനി ഉണ്ടാവോ? ഉറപ്പല്ലേ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു മനുഷ്യനോട് ഇത് പറയാൻ പാടില്ല. ഓന് പിന്നീട് +2 റാങ്കെല്ലാം വാങ്ങി, പിന്നീട് BSc എഴുതി അടിപൊളിയായി കല്യാണാലോചന നടത്തി. അങ്ങനെ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഈ ജ്യേഷ്ഠൻ തന്നെ ഡ്രൈവർ എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ അടത്തി കാപ്പിയോ ചായയായിട്ട് ഇങ്ങനെ കൊടുത്തോ ജ്യൂസായിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ മറ്റേ ഫൈസലെ പറയണ്ടല്ല, അത് പറയാൻ പാടില്ല. ഇമാം ഗസാലി റളിയല്ലാഹു, അത് പറയാൻ പാടില്ല. കുട്ടികളെ തെറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നിടത്ത് ചിലയാൾക്ക് നല്ല 110 വോൾട്ടേജാണ്. ചെയ്യരുത്. അവിടെ എങ്ങനെ നമ്മൾ ചെറുപ്പക്കാർ നമ്മുടെ പള്ളിയോട് കമ്മിറ്റിയോടൊക്കെ എങ്ങനെയാണ് നമ്മൾ അടുപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. വേറെ വാട്സപ്പ് ഇൻസ്റ്റഗ്രാമും തന്നെ ഓരോ വാട്സപ്പെല്ലാം ഉപയോഗിച്ചിട്ടല്ലേ നേരത്തെ വള്ളിയാട് സക്കാഫി ഉസ്താദ് പറഞ്ഞ പ്രളയത്തിൽ നിന്നൊക്കെ എത്രയോ ആയിരങ്ങളെ രക്ഷപ്പെടുത്തിയത് അല്ലേ? നമുക്ക് ആ വാട്സപ്പ് പറയാം അല്ലേ? അവര് ടെക്കി ആയതുകൊണ്ടല്ലേ അവര് പഴയ അഡ്വാൻസ്ഡ് ആയ സേവന സർവീസ് നടത്തിയത്. ഒരാൾ ഒരു അബദ്ധം ചെയ്താൽ നമ്മൾ എങ്ങനെയാ അയാളോട് പെരുമാറേണ്ടത്? കൂട്ടുകാരോടുള്ള അബദ്ധം പറയുന്നിടത്ത് കൂട്ടുകാരോടുള്ള അദബ് പറയുന്നിടത്ത് ഒരു ഗ്രന്ഥം ഉണ്ട്. എല്ലാ മുത്താലിമീങ്ങളും ആ കിതാബ് മുത്താലയാണ്. ഇമാം ഷഹറാനി റഹിമഹുല്ലാഹ് എഴുതിയ അൽ അൻവാർ ഫി സുഹ്ബത്തിൽ അഖ്യാർ എന്ന കിതാബ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മുത്താലിമീങ്ങളും നിർബന്ധമായിട്ട് മുത്താലയാണ്. അത്രക്കും നല്ല കിതാബാണ്. കൂട്ടുകാരോട് പാലിക്കേണ്ട അദബുകൾ അതിൽ പറയുന്നുണ്ട്. അതിലെ പല ആശയങ്ങളും SSFൻ്റെ ക്ലാസ്സുകളിൽ വരാറുണ്ട്. അതിൽ പറയുന്നുണ്ട്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്തുനിന്ന് ഒരു തെറ്റ് വന്നു പോയാൽ ഒരു കാലത്തും ആ തെറ്റിൻ്റെ പേരിൽ അവൻ ആക്ഷേപിക്കാതെ, ഒരു കാലത്തും ആ തെറ്റ് പിന്നീട് ഓർമ്മിപ്പിക്കാതെ നിൽക്കണം. അതൊരു അദബാണ്. ബാല അറാബിയുൻ ഫി മസ്ജിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ഒരു അറാബി മൂത്രമൊഴിച്ചു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത നിലപാട്? എല്ലാവരും മൂപ്പരെ ഓടിക്കാൻ നോക്കിയപ്പോൾ വിട് എല്ലാ മൂപ്പര് ജനറൽ ബോഡിക്ക് എന്താ പറഞ്ഞത്? ആളെ പിടിച്ച് എന്താണ് ഒഴിച്ചോട്ടെ? എന്തോയിച്ചോട്ടെ? ജ്യൂസല്ല, മൂത്രം. എവിടെ? നമ്മളെ നാട്ടിലെ പള്ളിയിലല്ലോ, ഏത് പള്ളിയിലായാലും പ്രശ്നം തന്നെയല്ലേ, മസ്ജിദുൻ നബവിയിൽ അല്ലേ? അപ്പോൾ ഈ മൂത്രം കണ്ട ഒരു മിനിറ്റ് എന്തായാലും മൂത്രം ഒഴിക്കുന്ന നോക്കി നിൽക്കൂലോ, ഇല്ല, ഇങ്ങോട്ടൊക്കെ ആയിരിക്കുമല്ലോ നിൽക്കുമല്ലോ അല്ലേ? ഈ നിൽക്കലിൻ്റെ പേരാണ് ദഅവത്ത്, ക്ഷമയോടെ നിൽക്കൽ. ഇതിൻ്റെ പേരാണ് ദഅവത്ത്. ഇത് 110 പേർക്ക് കഴിയൂല. കല്യാണ വീട്ടിൽ നിന്ന് അടിച്ച് പിരിയുന്നല്ല കൊണ്ടാണ്. 110 പേർക്ക് കഴിയൂല. ഇങ്ങനെ എന്തിനാണ് തങ്ങൾ അത് ചെയ്തത്? 2 കാരണത്തിനാണെന്ന് ഷർ മുസ്ലിമിലുണ്ട്. ഒന്ന്, മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പെട്ടെന്ന് ഓടിച്ചാൽ പള്ളി മൊത്തം മൂത്രവും. ഒരാളെ വീട്ടിൽ ഗാനമേള നടന്നിട്ട് ജുമാക്ക് ശേഷം പ്രസംഗിച്ച നാട്ടുകാർ മൊത്തം അറിയും. അത് ആടെ അറിയുമായിരുന്നു, ഇത് നാട്ടുകാർ മൊത്തം അറിയും. സെക്കൻഡ് വൺ, അതൊക്കെ നെല്ലിക്കുത്ത് ഉസ്താദ് കള്ളുകൂടി എൻ്റെ വീട്ടിൽ അങ്ങോട്ട് പോയിട്ട് നന്നാക്കാൻ ഉപദേശിച്ച പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 110കളാണ് പല മഹല്ലുകളിലും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാനങ്ങനെയാണ്, ഉള്ള പോലെ പറയൂ, മുട്ട പൊഴുങ്ങിയത് വായിലിട്ട പോലത്തെ ഡയലോഗാണത്. അതിനൊന്നും നമ്മൾ നിൽക്കുക, ക്ഷമയോടെ ദഅവത്ത് എന്ന അർത്ഥത്തിൽ ചിന്തിച്ചിട്ട് ചെയ്യണം. ഒരു ചെറുപ്പക്കാരൻ്റെ പേന്റ് താണിട്ടുണ്ട്. നീ എല്ലാം SSFടാന്ന് വെച്ചാൽ ഒന്നാളെ SSFിലും ഉണ്ടാവില്ല, പേന്റ് മേലെ ആക്കുകയും ചെയ്യാം. ഓനോട് പറയേണ്ടത് നല്ലോണം തിന്നലുണ്ടെന്ന് തോന്നുന്നു. എന്ത് തിന്നൽ? കുടലെല്ലാം വലുത്. അനക്കുടലൊന്നുമില്ല. കുടല് വലുതായോണ്ടായിരിക്കുമല്ലോ പേൻ്റിൽ അത് അറിയാണ്ട് താണ് പോയതാ. എന്ത് രസമുണ്ടത്. അങ്ങനെയല്ലേ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. രണ്ടാമത്തെ കാരണം, മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്താൽ മൂപ്പര് മരണം വരെ മൂത്രസംബന്ധിയായ അസുഖത്തിന് സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആക്ഷൻ എടുത്താൽ ഖിയാമത്ത് നാൾ വരെ അയാൾ നമ്മളെ പള്ളിയിലേക്ക് കയറൂല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മയത്തോടുകൂടി സോഫ്റ്റായിട്ടൊരു കാര്യം ചെയ്താൽ റിജിഡായിട്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഉപകാരമുണ്ട്. അപ്പോൾ പുതിയ കാലത്തെ മക്കളെയൊക്കെ വളർത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യംബഗി ലിൽ വാലിദീൻ, മാതാപിതാക്കൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഖുസൂസൻ ഫി ഹാദിഹിൽ അസ്മിന. എനിക്ക് അറബിക്ക് ഇൻഷാ ഒന്നും കഴിവില്ല, കിതാബിൽ ഇബാറത്ത് കാണാണ്ട് പഠിച്ചിട്ട് പറയുന്നതാണ്. ഖുസൂസൻ ഫി ഹാദിഹിൽ അസ്മിന, പ്രത്യേകിച്ച് ഈ കാലത്ത്. അല്ലത്തി, ഏത് കാലം? ഫശാ ഫീഹിൽ അഖ്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ പെരുകിയ കാലമാണ്, മാതാപിതാക്കളെ തീരെ അനുസരിക്കാത്ത കാലം. ഈ കാലത്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയ്യുഇനു ഔലാദഹും അലാ ബിർരിഹിം, മക്കൾ അനുസരണയുള്ളവരാവാൻ വേണ്ടി മാതാപിതാക്കളും കുറച്ചോരെ ഹെൽപ്പ് ചെയ്യുക. ഉപ്പ ചൂടായിട്ട് പള്ളിയിൽ പോകുമ്പോൾ പറഞ്ഞു 15 തേങ്ങ ഇവിടുന്ന് ഉരിക്കാണ്ട് നീ ആയിട്ട് കളിക്കാൻ പോയി എൻ്റെ മുട്ടുകാല് പൊട്ടിക്കും. ഉമ്മ 2 തേങ്ങ ഉരിച്ചു കൊടുക്കുക. എന്തിന്? ഉപ്പ അനുസരിച്ച മോനാവാൻ വേണ്ടിയിട്ട്. ഉപ്പ ഇവനോട് പറഞ്ഞത് അനുസരിച്ചു എന്നാവാൻ വേണ്ടിയിട്ട് ഉമ്മ ഒരു 3 എണ്ണം. ഇപ്പോൾ അവനെന്തോ ടൂറിന് വീടാത്തോണ്ടുള്ള ചൂടിൽ എന്തായാലും കടയിൽ പോയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഉള്ളത്. അപ്പോൾ ഉമ്മ പോയിട്ട് ഉപ്പാനോട് അവൻ കടയിൽ പോയില്ല എന്ന് പറയും. തക്കാളി അങ്ങനെയല്ല വേണ്ടി. ഉമ്മ എന്താ വേണ്ടിയെന്ന് അറിയാം? തൽക്കാലം മീൻകറി ഇറച്ചിക്കറി ഒഴിവാക്കിയിട്ട് അന്ന് വാജിക്കറി ആക്കുക. ഓനെ പീടിയിൽ അയക്കണ്ട, ഓൻ പോകണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോകില്ല. എന്താ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നോക്ക്. ഞാനുള്ള പോലെ പറയും, നമ്മളുപ്പ അങ്ങനെയാണ് വളർത്തിയത്. അതൊന്നും ഈ കാലത്ത് പറ്റൂല. ഈ കാലത്ത് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് വയസ്സന്മാർക്ക് കൊടുത്തിട്ട് ഇൻസ്റ്റഗ്രാം ഏറ്റെടുത്ത പിള്ളേരാണ്. ആ കുട്ടികളോട് നമ്മൾ സംവദിക്കുമ്പോൾ അതിൻ്റെതായ രീതിയുണ്ട്. ഞാനൊന്നും എൻ്റെ വക പറയുന്നില്ല. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? എന്തിനാ പറയണത്? 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ കാര്യം പറയുന്നതെന്ന് അൽ ഫവായിദുൽ മുഖ്താറിൽ കാണാം. ഈ ഇബാറത്ത് ഒരിക്കൽ എൻ്റെ ഉസ്താദിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉസ്താദ് എൻ്റെ അടുത്ത് വാട്സപ്പിൽ പറഞ്ഞു,
മോനെ ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്ന്, പുതിയ കാലത്ത് നന്നായി പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്തിനാ? രണ്ട് കാര്യം. ഒന്ന്, നമ്മൾ ആ സമയത്ത് മക്കളെ അനുസരണയുള്ളവരാവാൻ വേണ്ടി നമ്മളും കൂടി ഹെൽപ്പ് ചെയ്താൽ ഒരു തെറ്റുകാരായിട്ട് അള്ളാഹിൻ്റെ കോപം വാങ്ങിയവരാവില്ല. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ച് അനുസരണക്കേട് വാങ്ങി. രണ്ടാമത്തതാണ് അതിലേറ്റവും പ്രധാനം, അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കിട്ടും. ആർക്ക്? കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് നടത്തി ഉപ്പാക്കുമാക്കും. എന്താ റസൂലുള്ളാഹിന്റെ ദുആ? റഹിമല്ലാഹു വാലിദൻ. റസൂലുള്ളാഹി ദുആ ഇറക്കണത് റഹിമല്ലാഹു വാലിദൻ, ഒരു ഉപ്പാക്കും ഉമ്മാക്കും അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ. ഏതാണ് ആ ഉപ്പ ഉമ്മ? ആന വലദഹു അലാ ബിർരിഹി, മക്കൾ അനുസരണയുള്ളവരാവാൻ വേണ്ടി മാതാപിതാക്കൾ തന്നെ ഓരെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് ഗ്രൗണ്ടിൽ കളിക്ക് വിടാത്തതുകൊണ്ട് പീടികയിൽ പോകില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് പീടികയിൽ പോകണ്ട, അങ്ങോട്ട് പറയാം പീടികയിലൊന്നും പോകണ്ട, ഇഷ്ടംപോലെ തക്കാളിയിലുണ്ട്. ഇത് നേരെ തിരിച്ചാന്ന്. ചില സ്ഥലത്ത് മദ്രസയിലെ സദർ ഉസ്താദാറ്റും വീട്ടിൽ മൗലിദിനെല്ലാം വന്നേരം ആ അബ്ദുള്ളാൻ്റെ നല്ല മോനാണ് മാഷാ അല്ലാഹ്, 10ാം ക്ലാസ്സിൽ നല്ല പഠിക്കും. അപ്പോൾ ഉപ്പ ഉള്ളിലേക്ക് ഭാര്യനെ നോക്കിയിട്ട് ഉമ്മ നോക്കിയിട്ട് നല്ല പഠിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞ ശരിയല്ല. ഉമ്മ പറഞ്ഞോക്ക്, എന്ത് ഇപ്പോൾ ഒന്ന് പീടിയെ പോകാൻ പറഞ്ഞോക്ക്. അബ്ദുള്ള ഇവിടെ തക്കാളി വെച്ചെന്ന് 5 കിലോ തക്കാളി സ്റ്റോർ റൂമിലുണ്ടാവും, എന്നാലും പോകാൻ പറയുന്നത് എന്തിനാണെന്നറിയാം? റസൂലുള്ള പറഞ്ഞത് അനുസരിക്കാൻ സഹായിക്കണമെന്ന്. ഇതെന്തിനാ ഈ ഉപ്പ പറയുന്നതെന്നറിയാം? അനുസരിക്കുന്നില്ല എന്ന് തെളിയിക്കാൻ. എന്തൊരു വിവര ദോഷം എന്നാ പറയേണ്ടത്? ഞാനങ്ങനെയാണ്, ഞാനെങ്ങനെയാന്നാ പറയണത്? അങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത്? അല്ല, നമ്മളെ കുട്ടികളെ ചേർത്ത് നിർത്തണം, കുട്ടികളെ നന്നായി സ്നേഹിക്കണം. നമ്മളെ മക്കൾക്ക് എന്തെല്ലാം കഴിയും ആ കഴിവുകളെ നന്നായി ഉപയോഗപ്പെടുത്തണം, കുറ്റപ്പെടുത്തരുത്. പോസിറ്റീവ് എനർജി കുട്ടിക്ക് എപ്പോഴും കൊടുക്കണം. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി നമ്മളോട് പറയാണ്, ഉപ്പ 1000 ആൾക്കാർ എഴുതുന്ന എക്സാമാണ്, 2 ആളെ പാസ്സാവുള്ളൂ എന്നാണ് പറയുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉപ്പാൻ്റെ വക ഒരാളെ പാസ്സാവുള്ളൂ എന്നാണ് പറയുന്നെങ്കിലും ആ ഒരാൾ ആവാനാണ് എൻ്റെ മോന് പോകേണ്ടത്. ബാക്കി 998 ആളാവാനാണ് മോൻ പോകുന്നെങ്കിൽ ഇങ്ങോട്ട് വാ, അവിടെ ബെഡുണ്ട്, മേലെ പുതപ്പുണ്ട്, ഇടക്ക് കൂടിക്കോ. എക്സാം എഴുതാൻ പോണ പ്രതീക്ഷ കൊടുക്കണം കുട്ടിക്ക്. ഒരാളെ പാസ്സാവുള്ളൂ എന്നാൽ മോനെ എഴുതണം. 50ൽ 42 മാർക്ക് വാങ്ങിയിട്ട് വന്ന 3ാം ക്ലാസ്സിലെ കുട്ടീനോട് ഉമ്മ എന്താ പറയേണ്ടത്? മാഷാഅല്ലാഹ് 42, ബാക്കി 8 കൂടി കിട്ടിയ എൻ്റെ ഫാത്തിക്കുട്ടി, അങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ എന്താ പറയൽ? ബാക്കി 8 എടുത്തോടാ, ഇതെന്താ ടൈഗർ സ്കേറ്റാ പറക്കിയിട്ട് വരാൻ? ഈ ചോദിക്കുന്ന ഉമ്മ 3ാം ക്ലാസ്സിൽ നിന്ന് തോറ്റായിരിക്കും. തിരുക്കാൻ നമ്മൾ ഓവർ പഠിപ്പിക്കണമെന്ന് വിചാരിച്ച കുട്ടികളൊന്നും പഠിക്കുകയും ചെയ്യില്ല. UKG പഠിക്കുന്ന കുട്ടീൻ്റെ കൈ പിടിച്ചിട്ട് മഹ്ലറത്തുൽ ബദരിയക്കാറ്റ് പോകുമ്പോൾ കുട്ടി പറഞ്ഞു, ഉപ്പ മോൺ എന്നാണ്, മോൺ ചന്ദ്രൻ. അപ്പോൾ ഉപ്പാൻ്റെ ചോദ്യം, എന്താ സ്പെല്ലിങ്? എന്താ സ്പെല്ലിങ്? ഓൻ ഖിയാമെന്നാണ് വരെ ഇംഗ്ലീഷ് അറിയൂല, എന്താ സ്പെല്ലിങ് പോയിക്കോന്ന് പേടിച്ചിട്ട്. ആ കുട്ടിയോട് ആ സമയത്ത് എന്താ പറയേണ്ടതെന്ന് പറയാം? ഇത്ര ചെറിയ കണ്ണുകൊണ്ട് ഇത്ര ദൂരത്തുള്ള ചന്ദ്രൻ നീ കണ്ടുപിടിച്ചല്ലോ മോനെ. ഓനെ ഇനി എന്തും കണ്ടുപിടിക്കും. ഹി വിൽ ബി സയൻറ്റിസ്റ്റ്. അങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത്. കുറ്റപ്പെടുത്തൽ ഒഴിവാക്കുക. കുട്ടികൾ ഇങ്ങനെ നബിദിനത്തിൻ്റെ അല്ലെങ്കിൽ മതപ്രഭാഷണ വാർഷികത്തിൻ്റെ പന്തൽ കെട്ടും തോരണം കെട്ടുമ്പോൾ മാഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ മക്കൾക്കൊക്കെ സ്വർഗം തരട്ടെ എന്ന് പ്രായമുള്ളവർ തോരണം കൊടുക്കണം. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ അവർ പറയും 2.50 സ്റ്റിക്കിൻ്റെ പേന താഴെ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു നോട്ടും ഉണ്ട്, അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എഴുതിയിട്ട് പോയിക്കോന്ന് പറയും. നമ്മളെ കാണുമ്പോൾ തന്നെ അറിയാം ഓർ നമ്മളെ കുറ്റപ്പെടുത്താനാണ് വരുന്നത്. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആളാവരുത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ബുഖാരിന്റെ ഹദീസ്. ഓരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നിഅമർ റജുൽ അബ്ദുള്ള നല്ല മോന. ആദ്യം ഒരു പോസിറ്റീവ് സ്റ്റോക്ക് കൊടുത്തു. ദെൻ പറയാണ്, അടുത്ത പറയാണ്, തഹജ്ജുദും കൂടി നിസ്കരിച്ചിങ്ങനെ പറയാനില്ല. സ്വഹീൽ ബുഖാരിയിൽ തന്നെ കാണാം, മഹാനവറുകൾ രാത്രി പിന്നെ കുറച്ച് സമയം ഉറങ്ങുള്ളൂ, ബാക്കി ഫുൾ തഹജ്ജുദ. പറയേണ്ട പോലെ പറഞ്ഞു. വേറൊരു സ്വഹാബിനെ കണ്ടപ്പോൾ നല്ല മോനം,
ആ മുടിയും കൂടി ഒന്ന് ശരിയാക്കിയാൽ കണ്ട ശരിയാക്കി. ഏടുന്നാടിൻ്റെ ഈ കോലോ, ഏടുന്ന് ഇറങ്ങി വരുന്ന കാട്ടുജന്തുവാ, ഇതെന്താടാ അവസ്ഥ എന്നല്ല പറയേണ്ടത്. നമ്മൾ വിളിക്കുന്ന വിളിയല്ല സ്നേഹമസൃണമായ വിളിയായിരിക്കണം. പലരും അങ്ങനെ വിളിക്കൂല കുട്ടികളെ. മൂത്ത മോനെ മോളെ എന്നുള്ള വിളി ഒരു 5ാം ക്ലാസ് വരെ അല്ല, അത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആക്കി. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. 5/5/2016 മോൻ വിളി ഒഴിവാക്കുക, തീർത്തു. വിളിക്കുക. നിങ്ങളെ മൂത്ത മോന് മുഖ്താർ സൗദി ജിദ്ദയിൽ നിന്ന് ഇപ്പോൾ ഫോൺ വിളിച്ച് നേർച്ചോ. ഉപ്പ ഫോൺ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കല്? ഗൾഫ് പോളാൻ തോന്നല്ലോ. ഹലോ സലാം എന്നെ ശരിക്കും കൊടുക്കുന്നില്ല. വഅലൈക്കും അസ്സലാമിൻ്റെ അയിനെന്നെ ശരിയായിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഇസ്ലാം എന്താ ഉമ്മാരേപ്പ് കൊടുക്കാം. മിണ്ടോ നമ്മോ? ഇല്ല, മിണ്ടൂല. ഉമ്മയാണെങ്കിലോ ഒന്ന് മത്തിക്കല്ല, ഇപ്പൊ തീവലയാ, പറയണ്ടാത്തല്ല പറയും ചെയ്യും. ഉപ്പ പറയേണ്ടതൊന്നും പറയൂല, ഉമ്മ പറയണ്ടാത്തല്ല പറയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇന്ന് മുഖ്താർ ജിദ്ദയിൽ നിന്ന് ഫോൺ വിളിച്ചാൽ ഉപ്പ ഒന്ന് എടുത്തിട്ട് ഹലോ വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി, എന്തുണ്ട് മോനെ അവസ്ഥ? റാത്തല്ലേ? മോനിക്ക് എന്താ വിശേഷം അവിടെയൊക്കെ? മഴ? UAE-ലാണല്ലേ, സൗദിയിലല്ലേ? ഓക്കെ. മോൻ്റെ വിശേഷം എന്നാ? മോൻ ശരിക്കും നെട്ടു. എൻ്റെ ഉപ്പാക്ക് എന്താ ആയത്? ഇന്നലെ വരെ എൻ്റെ ഉപ്പ ഇങ്ങനെയല്ലല്ലോ, തലക്ക് തേങ്ങാറ്റം വീണ് പെട്ടു. മോനെ എന്നല്ല വിളിക്കും. പൈസ അയക്കാനറ്റാ, 5-ാം തീയതി പൈസ അയച്ചിനല്ല. ഇതെന്താ പെട്ടെന്ന് ഉപ്പാക്കൊരു മാറ്റം? പറഞ്ഞാൽ മതി പ്രഭാഷണം ഉണ്ടായിന്. എന്നാൽ പ്രഭാഷണത്തിനല്ല സംഭാവന ഓർ കൊടുക്കാൻ സാധ്യതയുണ്ട്. നല്ലോണം വിളിക്കണം കുട്ടികളെ സ്നേഹത്തോടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താ പറയുക? കാമ ഇലൈഹാ, മോക്ക് വേണ്ടിയിട്ട് എണീക്കും. ഉപ്പ ഏതുപ്പ? ലോകത്തെ ഏറ്റവും നല്ല ഉപ്പ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണീച്ചു ഇങ്ങനെ എണീക്കും. നമ്മളോ മോളെ 8-ാം ക്ലാസ് തളർന്നിട്ടിങ്ങനെ വരുന്നുണ്ട്. അടുത്ത വരുന്നത് സ്കൂളിൽ നിന്നാ. അതാ ബിരിയാണി ആറ്റ ആക്കിയിട്ടുണ്ടുമ്പോ ചോറേക്ക് 2ആളെ കൊന്നിട്ടാറ്റാ പിള്ളേർ വരുന്നത്. ഇതെന്തിനാ ഇങ്ങനെ വരുവാണ്? രാവിലെ നിങ്ങൾ കുട്ടികൾ വിളിക്കുന്ന വിളി കേൾക്കലുണ്ട്. രാവിലെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കെല്ലാം വിളിക്കുക എണീക 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 എന്തോ ഒരു പോലീസ് സ്റ്റേഷൻ പ്രതി എണീക എണീക റിക്വസ്റ്റ് ഉണ്ടാവില്ല, ഫുൾ കമൻസ് ആയിരിക്കും. എണീക പല്ലേക്ക് കുളിക്ക്, ചെറിയ KG അല്ലാന്നെങ്കിൽ പിന്നെ പറയണ്ട, ഫുൾ കൽപ്പന. കുളിക്ക് മുണ്ടുക്ക് സോപ്പേക്ക് ബ്രഷ് അതിൻ്റെ ചായ പിടിക്ക്. ഇവനെന്തോ ഇങ്ങനെ പോയി ലാസ്റ്റ് ഉമ്മ സലാം പിന്നെ പറയപ്പോ അടുത്ത വാർ കോയിനിറക്കാനാ വിളിക്കുന്നത്. അല്ല തിരിയാത്തോണ്ട് ചോദിക്കുന്നത് ഞാൻ. ഇങ്ങനെയാണോ നമ്മളെ മക്കളോട് നമ്മൾ ഈ കുട്ടിയൊക്കെ കിട്ടുന്ന സ്നേഹം കിട്ടല്? കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്നേഹം കിട്ടുന്നിടത്തുനിന്ന് വാങ്ങും. ഒളിച്ചോട്ടം പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നല്ല പ്രതീക്ഷയുള്ള തലമുറയാവണമെങ്കിൽ നമ്മൾ അത്രയും കുട്ടികളെ സ്നേഹിച്ച് വളർത്തണം. ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് കുറ്റപ്പെടുത്തൽ. നമുക്കൊരു സ്വഭാവമുണ്ട്, പൊതുവെ എന്ത് പറഞ്ഞാലും ഒരു കുറ്റപ്പെടുത്തൽ അതിലുണ്ടാവും. ഇന്നത്തെ പ്രസംഗം നല്ല ഞാൻ പറയണ്ട ഞാൻ പറഞ്ഞത്, പക്ഷേ എന്തൊക്കെ ഒന്ന് വരും. 4 ദിവസത്തെ പരിപാടി എങ്ങനെയുണ്ട്? പരിപാടിയെല്ലാം മൊത്തത്തിൽ നോക്കും, മൊത്തത്തിലേ 80% മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഉഷാറുണ്ട്. പക്ഷേ ഒരു സാധനം എന്തായാലും പറയും. അങ്ങനെയല്ല. ശരിക്കും ഒരു ഭർത്താവിന് ഭാര്യൻ്റെ സ്നേഹം കിട്ടാൻ ഏറ്റവും പ്രധാനമായിട്ട് 2 കാര്യം നല്ലത് പറഞ്ഞാൽ മതി. ഒന്ന്, അവർ പാകം ചെയ്ത ഫുഡിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയണം. ഇന്നിവിടെ ഫുഡ് ഉണ്ടായിരിക്കുന്നതെല്ലാം പ്രത്യേകം ഓർമ്മപ്പെടുത്തണ്ടേ? അതെ, പറഞ്ഞ് ചിരിക്കുന്നുണ്ടാ. അപ്പം ഇന്ന് വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കൽ. ഇന്നത്തെ വയല് ഇതാണല്ലോ. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ ഭാര്യനോട് നമ്മൾ വെറുതെ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇത് നീ ആക്കിയത് ഒറ്റ മന്തി മാഷാ എപ്പോ? നേരത്തെ ആക്കിപ്പോയതാ, ചൂടോടെ ഉണ്ടല്ലോ ആ പാത്രത്തിലിട്ട്. മാഷാല്ലാ, ഈ ഒറ്റക്കാക്കിയതാണ്, മയോണൈസും മറ്റല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാ എന്ന് പറഞ്ഞാൽ ഓർക്കും മനസ്സിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. കല്യാണം കഴിച്ച പാട് ഭാര്യമാരെപ്പോഴും ഭർത്താവ് ഭക്ഷണം കഴിക്കുന്ന അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ എന്തിനാന്നറിയാം? അടിച്ച് തിന്നിട്ട് ആംബുലൻസിൻ്റെ ഓൺ അടിക്കുന്ന മുതൽ ബാഗ് പറയുന്നതിന് പകരം തിന്നിട്ട് ഒരു അഭിപ്രായം പറയൂ സാറേ എന്നതിൻ്റെ അർത്ഥം. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ചങ്ങായി ഇതിനൊന്ന് പറ്റിയ ആളല്ല എന്ന് കണ്ടാൽ ഭാര്യ കട്ടിൻ്റെ മേലെ കടന്നിട്ട് ഒരു ചെറിയ തലവേദനയുണ്ട്, ഫുഡ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മ അച്ചാറ് കൂട്ടിയാൽ തന്നെ പറയല്
അച്ചാറല്ലേ ഭയങ്കര എരിവാന്നല്ല, ഓളെ മനസ്സിൽ എരിവേ ഉണ്ടാവും. അച്ചാർ നല്ലേ എന്നുള്ള വാക്കുണ്ടാവില്ല. പോസിറ്റീവ് പറയുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് പറയരുത്. ഫിസിക്സിൻ്റെ ടീച്ചറോട് ടീച്ചർ ഇന്നത്തെ ക്ലാസ് അടിപൊളി, ക്ലാസ് സമയം പോയത് അറിഞ്ഞിട്ടില്ല, ടീച്ചറെ ക്ലാസ് അല്ലെങ്കിലും നമുക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടീച്ചർ പോയിന്റ് ബേസ് എക്സാമിന് വരുന്നത് ഏറെക്കുറെ നമുക്ക് പറഞ്ഞുതരും. അടിപൊളി ക്ലാസ് ടീച്ചർ ക്ലാസ്സിൽ ഓക്കെ, പക്ഷേ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ തുപ്പ് നീര് തെറിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞാലുണ്ടല്ല, അതേ ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടാ. ഈ പക്ഷേ ഇട്ടിട്ടൊന്നും പറയരുത്. പിന്നെ പറയാണ്ടിരിക്കുന്നതല്ലേ. ഭാര്യ പാകം ചെയ്ത ഫുഡിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയണം. ഇന്ന് രാത്രിത്തെ ഫുഡിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയുമ്പോൾ പെണ്ണുങ്ങന്മാർ തിരിച്ച് അറ്റാക്ക് ചെയ്യും. എപ്പം വേണേ വേല കേട്ടോണ്ടല്ലേ. അപ്പോൾ ഓരോട് പറഞ്ഞാൽ മതി, വേല കേട്ടിട്ട് തന്നെയല്ലേ നന്നായാലും എല്ലാ സൂഫിയാക്കളും അങ്ങനെ തന്നെയല്ലേ നന്നായത്, അത് ഇന്നു മുതൽ നന്നാവുന്നു. രണ്ടാമത്തത്, ഏറ്റവും കൂടുതൽ ഭാര്യൻ്റെ സ്നേഹം കിട്ടുന്ന രണ്ടാമത്തെ കാര്യം, ഭാര്യ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയണം. അല്ല ഫാത്തിമ, ഇതേതാ ഡ്രസ്സ്, നീ ഇത് ഇട്ടൊരു 3-4 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടല്ലോ മോഞ്ചത്തി എന്ന് പറഞ്ഞാൽ ഓക്കെ തന്നെ എന്തോ മടമ്പോന്തി ചെരുപ്പിട്ട മതിരി ഉണ്ടാവും. ഓരോരോ ഇങ്ങനെ തന്നെയല്ല കഴിഞ്ഞ പെരുന്നാൾക്ക് എന്ത് ഒരു നല്ല രസായനല്ലേ അങ്ങനെ പറഞ്ഞോളണം. ഇത് പറയാത്തോണ്ടാണ് എപ്പോൾ ആ കരിമ്പം കുത്തിയ നിസ്കാരക്കുപ്പായിട്ടിട്ട് എന്നെ വരുന്നത്. പറയോ നമ്മ ഇല്ല പറയൂല, കയറി പോയ പാടന്നെ എന്താ തിന്നാനില്ലേ എന്നാ ചോദിക്കല്. അങ്ങനെ പകരം അവരെ ഒന്ന് പരിഗണിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശായിന് ശേഷം സമയം കണ്ടെത്താറുണ്ട്. നമുക്ക് പിന്നെ റസൂലുള്ളാഹിനെ തിരക്കായതുകൊണ്ട് പിന്നെ സമയം ഉണ്ടാവില്ല അല്ലേ. ഇശായിന് ശേഷം ശരിക്കും സംസാരം കറാത്ത 5 കാരണങ്ങളാണ് അതിന് ഉമറുൽ ബുൽഖീനി തങ്ങൾ തദ്കിറയിൽ പറയുന്നു. യാ റബ്ബേ, ഞാൻ നോക്കിയ കിതാബുകളിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റുള്ള കിതാബാണ് ഈ പറഞ്ഞത്. അത്തദ്കിറ എന്നൊരു ഗ്രന്ഥമുണ്ട് ഉമറുൽ ബുൽഖീനി തങ്ങളുടെ. അതിൽ കാണാം 5 കാരണങ്ങളാണ്. 5 പറയല്ല, അതിലൊരു കാരണം എന്താ പറയുക, ഇശാ നിസ്കരിക്കലോടുകൂടി എല്ലാ ദോഷവും പൊറുക്കും, നീ വെറുതെ സംസാരിച്ച് വാട്സപ്പിൽ കളിച്ചിട്ട് സമയം കളയണ്ടെന്ന്. 8:30 12:30 അല്ലായിട്ട് അങ്ങനെ വേൾഡ് കപ്പ് ഷെഡ്യൂൾ മനസ്സിലായില്ലേ? സംഭവം. അപ്പൊ പക്ഷെ സംസാരം കറാത്തില്ല. ഏത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്ന കറാത്തില്ല. കാരണം അത് അവരുടെ ദാമ്പത്യ ജീവിതത്തിന് പ്രധാനപ്പെട്ട കാര്യമാണ് സംസാരം. അപ്പൊ നമ്മൾ ഈ കുറ്റപ്പെടുത്താതെ എല്ലാവരും നല്ലത് പറഞ്ഞ് ശീലിച്ച് ജീവിച്ചു നോക്കിയേ, നാട്ടിൽ നന്മകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രായമുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അഥവാ മുസ്ലിം ജമാഅത്ത് എന്നൊക്കെ പറയാൻ പറ്റുന്ന SSFിൻ്റെ പ്രായമുള്ള ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടിയെടുത്തതാണ് കാബ. ആ കാബയിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കുന്നത് നമ്മളും എന്താക്കണം, കൂടെ നിൽക്കണം. പ്രാസ്ഥാനിക മുന്നേറ്റം ഉണ്ടാവും. എല്ലാവരും ചേർത്ത് നിർത്തണം. അബദ്ധം സംഭവിച്ചവരൊക്കെ എഴുന്നേൽപ്പിച്ച് നിർത്തണം. ഒരു കാക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ, ഒരു ടീം സ്വർഗത്തിലെത്തും. അവരുടെ പ്രത്യേകത അഫ്ഇദത്തുഹും മിസ്ലു അഫ്ഇദത്തി ത്വയ്ർ, അവരുടെ മനസ്സ് പക്ഷി മനസ്സ് പോലെയാണ്. എന്താ പ്രത്യേകത? പക്ഷികൾക്ക് ഭയങ്കര ഖേദമാണ് എല്ലാവർക്കും. ഒരു കാക്ക ഇലക്ട്രിക് കമ്പിക്ക് തട്ടിയിട്ട് ഷോക്കേറ്റിട്ട് താഴെ വീണാൽ ബാക്കി കാക്കകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് എന്താ ചെയ്യല്? നീ സ്നാപ്പ് ചാറ്റിങ് എടുക്കുക, ഇൻസ്റ്റ എടുക്കുക, ഫേസ് എടുക്കുക, അങ്ങനെയൊന്നും അല്ല ആക്കല്. പിന്നെ എന്താ ചെയ്യല്? ആക്സിഡന്റിൽ കുടുങ്ങിയ ബൈക്ക്, അങ്ങനെയല്ല അമ്മ ചെയ്യല്, അങ്ങനെയല്ല. കാക്ക എന്താ ചെയ്യല്? കാ കാ, ചെറിയ പരിക്കുള്ളൂടോ, എണീക്ക, അങ്ങനെ എണീപ്പിക്കും. വീണാളെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ നമുക്ക് കഴിയണം. അന്നേ പറഞ്ഞിട്ടില്ലേ ഈ പണിക്ക് പോണ്ടാന്ന്? അങ്ങനെയല്ല അമ്മ പറയേണ്ടത്. ഒരു രോഗിയുടെ അടുത്ത് പോയി, ആ രോഗി എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കുമ്പോൾ കാല് തെന്നി അവൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടിയിട്ട് സ്റ്റീലിട്ടിട്ടോ ഓപ്പറേഷൻ ചെയ്തിട്ടോ ഉണ്ട്. അപ്പുറത്തെ വീട്ടിലേക്ക് അയൽവാസിയായ സ്ത്രീ പോയിട്ട്, നിന്റെ വികല് കണ്ടത് ഞാൻ വിചാരിച്ചിൻ്റെ 2 കാലും പൊട്ടിന്ന്. അയ്യേ, ഇങ്ങനെ പറയേണ്ടത്? സുഖുണ്ട മോനെ, ആ റാത്താ മോനെ, വീണു പോയതല്ലേ. അങ്ങനെയാണ് കുട്ടികളോട് പറയേണ്ടത്. ഇതാണ് ഇസ്ലാം. രോഗിക്ക് പ്രയാസമുള്ള ഒന്നും പറയരുത് എന്ന് ഇസ്ലാമിലില്ലേ? രോഗിയോട് പാലിക്കേണ്ട കുറേ മര്യാദകളിൽ ഇസ്ലാം പറയണത് എന്താ? രോഗിയുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കാൻ പറ്റും.
കുറച്ച് സമയം, കുറേ സമയം ഇരിക്കൽ സുന്നത്താണ്. ആർക്ക്? രോഗിക്ക് നമ്മൾ ഇരുന്നാൽ ആശ്വാസമാവുമെങ്കിൽ കുറച്ചധികം സമയം ഇരിക്കാം. 2, രോഗിയുടെ അടുത്ത് പോയിട്ട് ഒന്നും തിന്നരുത്. ചില ആൾ 1 കിലോ മുന്തിരി വാങ്ങിയിട്ട് അവിടെ പോയിട്ട് 3/4 കിലോ തിന്നിട്ട് 1/4 കിലോ അയാൾക്ക് ബാക്കി വെച്ചിട്ട് വരുന്നതാണ്. ഭയങ്കരല്ല? വേറെ എവിടെയും സ്ഥലം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? ഹോസ്പിറ്റലിൽ വല്ല ബെഡും കിട്ടുമല്ല. അങ്ങനെയല്ല. 3ാമത്തേതാണ് ഈ പറയുന്നത്, രോഗിക്ക് പ്രയാസം തോന്നുന്നു ഒന്നും പറയരുത്. ആജിക്ക നിങ്ങൾ 2-3 ദിവസമായിട്ട് ഹോസ്പിറ്റലിലായതുകൊണ്ട് ബിസിനസ് എല്ലാം മൊത്തം ഡള്ള, ഇപ്പം അയാൾ എന്നെ ഡള്ളാളാൻ സാധ്യതയുണ്ട് പറയരുത്. ഇസ്ലാമിൻ്റെ സൗന്ദര്യം നമ്മളൊന്ന് പഠിക്കണം. രോഗിയോട് പാലിക്കേണ്ട അദബ് മാത്രം വിശദീകരിച്ച് ഇബ്നു ഹജർ റഹിമഹുള്ളാഹ് ഒരു ഗ്രന്ഥമുണ്ട്, അൽ ഇഫാദ ലിമാ ജാഅ ഫിൽ മർളി വൽ ഇയാദ. മുത്താല ഇത് നോക്കൂ, അടിപൊളി വിവരം. സാന്ത്വന വളണ്ടിയേഴ്സ് മുത്താലയുടെ കിതാബ്. വളണ്ടിയേഴ്സിന് തിരിയണില്ലെങ്കിൽ സോൺ പ്രസിഡന്റ് ദർശ നടത്തി തരുമെന്നർത്ഥം. ഇത്രയും നല്ല കിതാബ്. അല്ലെങ്കിൽ ഇബ്നു ഹജർ റഹിമഹുള്ളാഹ് കിതാബ് എഴുതിയാൽ പിന്നെ നല്ലല്ലാണ്ടൊക്കെ വലിയും മിൻ ഔലിയാ ഇല്ല ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ. അല്ലാഹു അവരെ ബർക്കത്തുകൊണ്ട് നമ്മളെയും മക്കളെയും സ്വാലിഹീങ്ങളാക്കട്ടെ. ഇപ്പം ചേർത്ത് നിർത്തൽ ഈ നാട്ടിന് എൻ്റെ ഈ ആയതുകൊണ്ട് എനിക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. എന്താ ഉദ്ദേശം എന്ന് പറയാം? എല്ലാവരും ചേർത്ത് നിർത്താൻ പഠിക്കണം, എല്ലാവരും കൂടെ നിർത്തണം. മുതിർന്നവരോട്, ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്താനുള്ള ഒറ്റ കാര്യം, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ യുവത്വം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് തിമിർത്താടാനുള്ളതല്ല. പിന്നീട് നന്നാവാം എന്ന് ചിന്തിക്കുന്ന ശുദ്ധ അസംബന്ധം. ഏറ്റവും വലിയ പൊട്ടത്തരാണ് പിന്നീട് നന്നാവാം. കാരണം അല്യവും യൗമുക്, ടുഡേ ഈസ് യുവർ ഡേ. ഇന്നാണ് നിന്റെ ദിനം. നാളെ എന്നൊരു ദിവസം നമുക്കില്ല. നാളെ എന്നുള്ള ദിവസം മണ്ടന്മാരുടെ ദിവസം. നാളെ നീളെ ഇന്നാണ് നമ്മുടെ ദിവസം. നാളെ നമ്മൾ ഉണ്ടാവോ അറിയില്ല. ലാ യസ്തഗ്ഫിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. മരണം കണക്കാക്കിയാൽ പിന്നെ 1 സെക്കൻഡ് പിന്തൂല. ബൈക്കിലൂടെ പോകുന്ന ബൈക്ക് യാത്രക്കാരൻ്റെ തലയിലേക്ക് റോഡിൻ്റെ സൈഡിൽ നിന്നുള്ള പ്ലാവിൽ നിന്നുള്ള പഴുത്ത ചക്ക വീഴുന്നു, അയാൾ മരണപ്പെടുന്നു. അള്ളാൻ്റെ കണക്ക് നോക്കൂ, കൃത്യത നോക്കൂ. എല്ലാവരും ഇവിടുന്ന് മരണപ്പെട്ടു പോകും. ഖബർസ്ഥാനിലേക്ക് പോയി നോക്കിയാൽ പ്രായമുള്ള ഉമ്മാമയുടെ ഖബറുണ്ട്, 10 വയസ്സിൽ മരിച്ചുപോയ കൊച്ചുമോൻ്റെ ഖബറുണ്ട്, LKG പ്രായത്തിൽ മരണപ്പെട്ടു പോയ 5 വയസ്സുള്ള കുഞ്ഞുമോനുണ്ട്, 36 വയസ്സുള്ള ചെറുപ്പക്കാരിയുണ്ടല്ലോ. ഏത് പ്രായത്തിലും മരിക്കാം. ഈ മരണപ്പെടുന്ന സമയത്ത് നിന്റെ 3 സ്മാർട്ട് ഫോണുകൾ കൊണ്ടുപോകാൻ കഫം മുടക്ക് പോക്കറ്റില്ല, ഖബറിൽ അലമാരകളില്ല, ഒന്നും സംവിധാനങ്ങളില്ല. അന്ന് നമ്മുടെ കയ്യിൽ ഇബാദത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അടിച്ചു പൊളിക്കാനുള്ളതല്ല നമ്മളെ ജീവിതം. ക്യാമ്പസ് അല്ലേ, കുട്ടികളല്ലേ, അത് പറ്റൂല. നേരത്തെ പറഞ്ഞത് ഇസ്ലാമിൻ്റെ റൂൾ അനുസരിച്ചിട്ട് കുട്ടികൾക്ക് സ്നേഹം കൊടുക്കാനാ. ലിബറലാവരുത്. എന്തേ നിങ്ങളെ അജിയാരെ ഷെഫീക്ക് എടുത്തോ, ഓന് മീറ്റിംഗ് 8:30 വരാന്ന് പറഞ്ഞിട്ട് ഓന് ടർഫിൽ പോയിന് മഹ്ലറത്തുൽ ബദരിയക്കാറ്റ് പോയ പോലെ പറയും. ഉമ്മാക്ക് തന്നെ പ്രശ്നമില്ല, ഉപ്പാക്ക് പ്രശ്നമില്ല. ഒരാൾ പരാജയപ്പെടുന്നതിൻ്റെ അടയാളം മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറളി തങ്ങൾ പറയുന്നുണ്ട്, പണ്ട് ഗൗരവത്തിൽ കണ്ട കാര്യം ഇപ്പം ലിബറലാവുക, അത് പരാജയപ്പെടുന്നതിൻ്റെ അടയാളമാണ്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ കിച്ചണിൽ ഇറങ്ങാൻ തന്നെ പണ്ട് ഉമ്മാമ്മമാർ വിടൂല. എന്തേ? മുൽക്കോദിയ, യാസീനോ, വാഖിയോ, ദുഖാനോ ഇല്ലല്ലോ, സജദോദിയില്ലല്ലോ, ഓത്. നല്ല വിശപ്പെല്ലാം അടുക്കട്ടെ, യാസീൻ ഓതിയിട്ട് മതി. ഇന്നോ കിച്ചണിൽ പോയിട്ട് പിള്ളേർ സെൻട്രൽ ഹാൾ തന്നെ ഇല്ല, അൽഫാമിൻ്റെ കടയില്ല. പ്രശ്നമുണ്ടോ ഉമ്മാക്ക്? ഒരു പ്രശ്നമില്ല. ടർഫിൽ പോയ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. രക്ഷിതാക്കളാണ് ഇപ്പൊ ലിബറലായത്, മക്കളല്ല. രക്ഷിതാക്കൾക്ക് പ്രശ്നമില്ല. അതാ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അധിക രക്ഷിതാക്കൾ നരകത്തിലെത്തുന്നത് മക്കളെ കാര്യത്തിലാണ്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് കാർഡിൽ താഴെ രക്ഷിതാവ് എന്നുള്ള അടുത്ത് പേര് ഒപ്പിടാനുള്ളതല്ല, അതെല്ലാവർക്കും കഴിയും. പിന്നെ ഏതാ രക്ഷിതാവ് എന്ന് പറയാ? ഖു അൻഫുസകും വഅഹ്ലീകും നാറ. നരകത്തിൽ നിന്ന് രക്ഷിക്കണം മക്കളെ. എൻ്റെ മക്കൾ നരകത്തിലേക്ക് പോകൂല.
എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോ. രക്ഷിതാവിൻ്റെ ട്രാൻസ്ലേഷൻ. എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ പോറ്റിയിട്ടുണ്ട് എന്ന്. ഇതാ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ. അതെങ്ങനെയാകുമ്പോൾ രക്ഷപ്പെടുത്തേണ്ടത്? അതിങ്ങനെ കൈമലർത്തല്ല വേണ്ട. ഉസ്താദേ ഡയലോഗ് എന്ത്? അടുക്കയാണെങ്കിൽ ഉക്കത്ത് വെക്കാം, കവുങ്ങായാൽ എവിടെ വെക്കാം. അങ്ങനെ ഡയലോഗ് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ സമയത്ത് നമ്മൾ പൊട്ടിക്കരഞ്ഞ അള്ളാഹിനോട് ദ്വാരക്കണം. ഷെഹ്റാൻ ഇമാം റഹിമുള്ള പറയുന്നുണ്ട്, എൻ്റെ മോനെ അബ്ദുള്ള എന്ന് പറയുന്ന മോന് കിതാബ് ഓതാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ലാസ്റ്റ് ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് പറഞ്ഞു, പാതിരാക്ക് എഴുന്നേറ്റിട്ട് എൻ്റെ മോനെ നീ ഏറ്റെടുക്കണേ. അള്ളാഹ് ഏറ്റെടുത്തു. അതമ്മ ചെയ്യാറുണ്ടോ? ഇന്ന് 5 വക്ത് നിസ്കാരത്തിന് ശേഷവും മക്കൾക്ക് വേണ്ടി ദ്വാരുന്ന ഒരു കൈപൊക്കിയെന്ന് പറഞ്ഞാൽ പലർക്കും ഉണ്ടാവില്ല ആ കൈ പൊക്കാൻ. നമ്മൾ രക്ഷിതാവണ്ടേ? നമ്മൾ മാതൃകാവണ്ടേ? മക്കൾ നമ്മളെ കണ്ടിട്ടല്ലേ വളരുന്നത്. ഉപ്പ അർജന്റീന ഫ്രാൻസിൻ്റെ ടീമാണെങ്കിൽ മക്കൾ അതിൻ്റെ അപ്പുറത്തെ ടീമാവൂലേ? നമ്മളവിടെ ഫിഖഹിൻ്റെ മസല പ്രകാരം ഹറാമാണോ ഹലാലാണെന്നോ ചർച്ച ചെയ്യല്ല. ഈ കുട്ടി കൾച്ചർ പഠിച്ചാൽ ഏത് മായാ ലോകത്തേക്ക് എത്തും എന്നുള്ള അപകടകരമായ നിരീക്ഷണം നടത്തിയ വേണ്ടത് നമ്മൾ. അതാകുമ്പോൾ ചിന്തിക്കേണ്ടത്. ചെറുപ്പക്കാരായ വാപ്പ മക്കളെയും കൂട്ടിയിട്ട് കളി കാണാൻ പോകുന്ന കാലമാണിപ്പോൾ. മൂക്കൊണ്ട് വരച്ചിട്ടല്ലാണ്ട് ദുനിയാവെന്ന് പോലെ ഈ മക്കളെ കൊണ്ട് അനുഭവിക്കും. എന്താ നമ്മൾ ഈ വിചാരിച്ചേക്കണത്? ദുനിയാവെന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളതാണ്. ലിബറൽ ടീമും യുക്തിവാദികളും മതനീരാസത്തിൻ്റെ വാദക്കാരും എല്ലാം പലതും പറയും. ഈ പറയുന്ന പ്രഭാഷണത്തിനെയും അവർ ട്രോളും. അവർക്ക് മതമില്ല, അവർക്ക് വിശ്വാസമില്ല. ആ അജണ്ടയിലാണോ മുത്തു മുഅ്മിനീങ്ങൾ ജീവിക്കേണ്ടത്? നമുക്കൊരു ജീവിതമില്ലേ? ദുനിയാവ് വിറ്റിട്ട് വാങ്ങേണ്ടതാണ് ആഖിറം. എങ്കിൽ നിനക്ക് ദുനിയാവ് ആഖിറം ലാഭമായിരിക്കും. ദുനിയാവ് വാങ്ങിയിട്ട് ആഖിറങ്ങാനും വിറ്റാൽ രണ്ടും നഷ്ടമായിരിക്കും. അടിച്ചു പൊളിക്കാനുള്ളതല്ല സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്. കുറച്ച് റിസ്ക് ഒക്കെ സഹിച്ചാൽ കിട്ടുന്നതാണ് സ്വർഗം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കൾ നല്ല മാതൃക ആവണം. ഞാൻ വെറുതെ നിങ്ങളോട് ചോദിക്കുകയാണ്, ഉത്തരം പറയേണ്ട. ഉത്തരം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തമ്മിൽ തെറ്റാൻ സാധ്യതയുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: രക്ഷിതാവായ ഉമ്മ ഉപ്പ നമ്മളെ മക്കൾ കൂടുതലായിട്ട് കാണുന്നത് ഖുർആൻ ഓതുന്നതായിട്ടാണോ ഫോൺ ഉപയോഗിക്കുന്നതായിട്ടാണോ? ഈ കാലത്ത് പിന്നെ അല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ. ഹി വിൽ ബി ദർ. നമ്മൾ എന്താണോ അവൻ അതായി അവിടെ ഉണ്ടാവും. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു 10 വയസ്സിന് മുന്നേ തഹജ്ജുദ് നിസ്കാരം തുടങ്ങിയ ആളാണ്. പാതിരാത്രിക്ക് ഉപ്പ എഴുന്നേൽക്കുന്ന കണ്ടിട്ടാണ് ഇത് തുടങ്ങിയത്. സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു 10 വയസ്സിന് മുമ്പ് തഹജ്ജുദ് തുടങ്ങിയ ആളാണ്. അമ്മാവൻ കാർണൂർ എന്നാണ് ഇവിടെ പറയല്. അമ്മാവൻ അവരെ എഴുന്നേൽക്കുന്ന കണ്ടിട്ട് തുടങ്ങിയതാണ്. നമ്മളെ നാട്ടിലെ അമ്മാവന്മാർ എന്ന് പറഞ്ഞാൽ നേരിട്ട് അഥവാ ഫോണിലൂടെ മാത്രം പറഞ്ഞ് നേരിട്ട് കല്യാണം പറയാത്തതുകൊണ്ട് വരാത്ത മഹാൻ. ആ മഹാനെ കണ്ടിട്ട് മരുമക്കൾ എന്താ പഠിക്കേണ്ടത്? നമ്മളിൽ നിന്ന് മക്കൾ പഠിക്കണം, ഹൈറ് പഠിക്കണം. പഴയ ആൾക്കാരുണ്ടല്ലേ ഈ കുട്ടികളെയും കൂട്ടിയിട്ട് സ്വതക്കേലം കൊടുപ്പിക്കുന്നത്, നാളത്തെ നന്മ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതാ വേണ്ടത്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. നമ്മുടെ ആയുഷ്കാലം അവസാനിക്കുമ്പോൾ എണ്ണമറ്റ ഹൈറാത്തുകൾ ഉണ്ടാവണം. സുൽത്താനുൽ ഉലമ ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ആ പുരുഷായുസ് കാലത്ത് എന്തെല്ലാം ചെയ്തു തീർത്തു. നമ്മുടെ ഉസ്താദുമാരെന്തെല്ലാം ചെയ്തു തീർത്തു. നൂറുൽ ഉലമ എം.എ. ഉസ്താദ് സമയം കളയാതെ ജീവിച്ചു. ജാമിയ സഅദിയെ കെട്ടിപ്പൊക്കി പ്രസ്ഥാനത്തിൻ്റെ നെടുംതൂണായി. നമ്മുടെ പ്രാസ്ഥാനിക ലോകത്തിൻ്റെ ചിന്ത മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകി. രാജാവായിട്ട് ജാമിയ സഅദിയയുടെ മുറ്റത്ത് കിടക്കുന്നു. മൽഹറിൻ്റെ മുറ്റത്ത് ഖലീൽ തങ്ങൾ, ബദർ സാദാത്ത് ഖലീൽ തങ്ങളുടെ ജ്യേഷ്ഠൻ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മൽഹർ എന്ന സ്ഥാപനത്തിൻ്റെ മുറ്റത്ത്
മുഹിമ്മാത്തിൻ്റെ മുറ്റത്ത് അഹ്ദൽ തങ്ങൾ, ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ, കൻസുൽ ഉലമ ഉസ്താദ് അൽ മഖറിൻ്റെ മുറ്റത്ത്, ജാമിഅ സൈദിയൻ്റെ മുറ്റത്ത് മഹാനായ MA ഉസ്താദ്, ഇവരുടെ എല്ലാം ലീഡറായ താജുൽ ഉലമ കടക്കുന്നു. അവരവർ ഉണ്ടാക്കിയ പ്രാസ്ഥാനിക ലോകം, വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, സ്ഥാപനങ്ങൾ, അതെല്ലാം കണ്ടവർ സന്തോഷിക്കുന്നുണ്ടാകും. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഉജൂഹു യൗമഇദിൻ നാഇമ, പരലോകത്ത് ചില മുഖങ്ങൾക്ക് വലിയ വെളിച്ചവും തെളിച്ചവും പ്രകാശമായിരിക്കും. എന്താ കാരണം? ലിസഈഹാ റാളിയ, പണിയെടുക്കേണ്ട കാലത്ത് അവർ പണിയെടുത്തിട്ടുണ്ട്. സംഘടനാ കാലം കഴിഞ്ഞിട്ട്, കൗൺസിൽ കാലം കഴിഞ്ഞിട്ട് ടെൻഷനാവുന്നതിനേക്കാൾ മെച്ചം ഉള്ള സംഘടനാ ഭാരവാഹിത്വത്തിലെ കാലത്ത് നന്മയാർന്ന ജീവിതം നമുക്കുണ്ടാവണം. ആയുഷ്കാലത്ത് ധാരാളം ഇബാദത്തുണ്ടാവണം. ഉമ്മ മരണപ്പെട്ടിട്ട് ഉമ്മാനെ കുറിച്ചുള്ള പ്രസംഗം യൂട്യൂബിൽ കേട്ടിട്ട് കരയുന്നതിന് പകരം ഉമ്മ ഉള്ള കാലത്ത് ഉമ്മാൻ്റെ പൊരുത്തം വാങ്ങാൻ അധ്വാനിക്കണം. മരണത്തിൻ്റെ അന്ന് ലൗലാഖർതനി ഇലാ അജലിൻ ഖരീബ്, 2 ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ടെൻഷനാവുന്നതിൻ്റെ പകരം ഉള്ള കാലത്ത് അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. പിന്നീട് നന്നാവാമെന്ന ചിന്ത ശരിയല്ല. അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. ജീവിതത്തിൽ അത്ര കണ്ടൊന്നും ചിരിക്കാത്ത, നരകം പേടിച്ച് ജീവിച്ച അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സമയത്ത് ചിരിക്കുന്നുണ്ട്. ജാമിഉ കറാമത്തിൽ ഔലിയായിൽ കാണാം. ആ ചിരിക്കുന്ന കണ്ടപ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്താ ചിരിക്കണത്? സൂറത്തു സ്വാഫാത്തിൽ ആയത്തോതി, ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ, പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്താൽ ചിരിക്കേണ്ട കാലത്ത് ചിരിക്കാം. അല്ലാ, നീ നമുക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഞാൻ ഒറ്റൊരാശയം പറഞ്ഞ് അവസാനിപ്പിക്കാൻ, പിന്നീട് നന്നാവാം എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഒരു അബദ്ധം പറയാം. മക്കത്ത് ആഷ എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ മദീനത്ത് പോയിട്ട് ഇസ്ലാം സ്വീകരിച്ച് നന്നാവണം എന്ന് വിചാരിച്ച് പോകുമ്പോൾ ശത്രുക്കൾ പിടിച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞു, എവിടെ പോവാ? ഇസ്ലാം സ്വീകരിക്കുക, നന്നാവണം, കുറേ തെറ്റുകുറ്റങ്ങളിലായിട്ട്. അവിടെ പോയാൽ ഒറ്റ ആളെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ, ബഹുവൊന്നും പറ്റൂല, ബഹുദൈവമൊന്നും പറ്റൂല. അതന്നെയല്ലേ അതിൻ്റെ ശരി എന്നൊക്കെ പറഞ്ഞു. ഇയാളെങ്ങനെ പറ്റിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടപ്പോൾ പറഞ്ഞു, ഇസ്ലാം സ്വീകരിച്ച വ്യഭിചാരം നിഷിദ്ധാട്ടോ, വ്യഭിചാരം അന്യ പെണ്ണിൻ്റെ അടുത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ഇസ്ലാം പറഞ്ഞിട്ടില്ലെങ്കിലും പോകാൻ പാടില്ല, അല്ലാതെ വേറെ ഏതോ പെണ്ണിൻ്റെ അടുത്ത് നമ്മൾ പോയി വേറെ. ഇയാൾ ഒരു നിലക്കും ബ്ലോക്ക് ചെയ്യില്ല, ചെയ്യാൻ പറ്റൂല എന്ന് കണ്ടപ്പോൾ കുറേ പറഞ്ഞു നോക്കി. ലാസ്റ്റ് പറഞ്ഞു, ഇസ്ലാമിൽ കള്ളുകുടി പറ്റൂല. ഇത് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, കള്ളുകുടി പറ്റൂല അല്ലേ, അടിച്ചുപൊളി പറ്റൂല അല്ലേ, ശരിയാവില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, 1 കൊല്ലം അടിച്ച് കുടിക്കാം, ക്യാമ്പസ് കാലം ഡിഗ്രി തീരുന്നവരെ അടിച്ചു പൊളിക്കാം. പിന്നീട് ഏതായാലും റമദാനിൽ വരുന്നുണ്ടല്ലോ, അങ്ങനെ അടിച്ചു കുടിക്കാം, പിന്നീട് നന്നാവാം. 1 കൊല്ലം കുടിക്കാൻ തീരുമാനിച്ചിട്ട് മൂപ്പര് മക്കത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന വഴി കുതിരപ്പുറത്തും താഴെ വീണ് മരിച്ചു.